വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ചികിത്സാ സമ്പ്രദായങ്ങളും ലോകത്ത് ഇന്ന് നിലവിലുണ്ട്. നമുക്കിതിൽ ഏതെങ്കിലും ഒന്നിനെ വില കുറച്ച് കാണിക്കാനൊന്നും പറ്റില്ല. കാരണം ഓരോന്നിനും അതിൻ്റേതായ നേട്ടങ്ങൾ ഉണ്ട്. ചില സന്ദർഭങ്ങളിൽ ഒന്നിനേക്കാൾ മറ്റൊന്നായിരിക്കും മെച്ചപ്പെട്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ ആക്സിഡൻ്റായി, എല്ലൊക്കെ പൊട്ടി, ശരീരത്തിൽ മറ്റു ഭാഗങ്ങളൊക്കെ ഒരുപാട് ഡാമേജ് പറ്റി, അയാളെ ഒരു പക്ഷേ ഒരു ആയുർവേദത്തിലോ ഹോമിയോയിലോ യുനാനിലോ കൊണ്ടുപോയിട്ട് കാര്യം ഉണ്ടാവില്ല. എന്നാൽ അത്തരം ഓപ്പറേഷനുകളോ അല്ലെങ്കിൽ എല്ല് ശരിയാക്കുന്ന ചികിത്സാ രീതിയിലുള്ള ഇപ്പോൾ യുനാനി മെഡിക്കൽ കോളേജുകൾ നമ്മൾ കേരളത്തിൽ മാത്രമേ ഇതുവരെ ഇല്ലാതിരുന്നുള്ളൂ. ഇപ്പോൾ അൽഹംദുലില്ലാ വന്നിട്ടുണ്ട്. പക്ഷെ കിട്ടിയത് വേറെ കയ്യിലാണ് മാത്രം. കിട്ടിയത് എവിടെ അറിയും? മർക്കസിനാണ് കിട്ടിയത്. നമ്മൾ കിട്ടേണ്ടതായിരുന്നത് ജാമിയ സൽഫിയയിൽ. അത് ആരോ പാര വെച്ച് പോയതാണ്. അള്ളാഹിൻ്റെ വിധി ഇല്ലെന്ന് നമുക്ക് വിചാരിച്ചാൽ മതി. ഇപ്പോൾ അത് കിട്ടിയിട്ടുള്ളത് ഇപ്പം അടുത്ത് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തത് നോളജ് സിറ്റി, അവിടെയാണ് മെഡിക്കൽ കോളേജ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇന്ത്യയിലെ ബാക്കി എല്ലാ സ്റ്റേറ്റിലും മെഡിക്കൽ കോളേജ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇത്തരം നമ്മളിപ്പോൾ ഇന്ന് അലോപ്പതിയിൽ ചെയ്യുന്ന അതുപോലുള്ള കാര്യങ്ങൾ അവിടെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഓരോന്നിനും ഓരോന്നിൻ്റെതായ നേട്ടങ്ങളുണ്ട്. ചിലത് കോട്ടങ്ങളുണ്ടാകാം, എന്നാൽ ഓരോന്നിനും അതിൻ്റെതായ മെച്ചങ്ങളുണ്ട്. അപ്പം നമുക്ക് ഓരോന്നും ഒന്നിനെ നമുക്ക് കുറ്റം പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുന്ന സംഗതിയല്ല. പക്ഷെ പരമാവധി നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന്, നമ്മൾ രോഗങ്ങളില്ലാത്തൊരവസ്ഥ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏകദേശം അവസാന കാലത്ത് മാത്രമാണ് അസുഖം ഉണ്ടായിട്ടുള്ളൂ. അതിന് മുമ്പ് ഒരു വലിയ അസുഖങ്ങൾ വന്നിട്ടില്ല. പിന്നീട് ചെറിയ ചെറിയ അസ്വസ്ഥതകളോ ക്ഷീണമൊക്കെ ഉണ്ടാകുമ്പോൾ ചെയ്യും അവിടുന്ന് ഹിജാമ ചെയ്യലാണ്. ഇപ്പോൾ ഇഹ്റാമിൻ്റെ വേളയിൽ പോലും, യാത്രയിൽ പോലും, നമ്മൾ ഏറ്റവും പ്രയാസമുള്ള സംഗതി യാത്രയിൽ കാണുന്നത്. യാത്രയിൽ പോലും അവിടുന്ന് എന്ത് ചെയ്തിരുന്നു? ഹിജാമ അഥവാ കൊമ്പുവെക്കൽ ചെയ്തിരുന്നു. അത് നല്ലൊരു ഉന്മേഷം കൊടുക്കുന്ന സംഗതിയാണ്. ഒരുപാട് അസുഖങ്ങൾക്ക് മാറ്റം ഉണ്ടാകും. ഹിജാമ എന്ന് പറയുമ്പോൾ പണ്ട് അത് ചെയ്തത്, ഇപ്പം നമ്മൾ മലയാളത്തിൽ കൊമ്പുവെക്കുക എന്നാണ് പറയുന്നത് അർത്ഥം. അപ്പം ഈ കൊമ്പുവെക്കുക എന്ന് പറയുമ്പോൾ അന്ന് മൃഗങ്ങളെ കൊമ്പ് അതിൻ്റെ പ്രതലം മിനുസപ്പെടുത്തി അത് വെച്ചിട്ടാണ് രക്തമെടുത്തിരുന്നത്. പിന്നീട് അതിന് മാറ്റങ്ങൾ വന്നു. ഇപ്പം പ്രത്യേകമായ ഗ്ലാസ്സുകളുണ്ട്, കപ്പുകളുണ്ട്. ആ കപ്പിങ് ചെയ്തിട്ടാണ് അന്ന് അത് എടുക്കുന്നത്. ഇതിപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം പോലും എന്ത് ചെയ്തു? അതിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ വൈദ്യശാസ്ത്രത്തെ പഠിക്കുമ്പോൾ ശരിക്കും വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ശരിക്കാരാ? ഹിപ്പോക്രാറ്റ്സ് ആണ്. ഈ ഹിപ്പോക്രാറ്റ്സിൻ്റെ തിയറിയിൽ നിലനിൽക്കുന്ന ഏക വൈദ്യശാസ്ത്രം എന്നും യുനാനി മാത്രമേ ഉള്ളൂ. അതിന് ശരിക്കും സാധിക്കില്ല. പിന്നീട് നമുക്കറിയാം, ഇപ്പോൾ ഇത് യുനാൻ എന്ന് പറയുമ്പോൾ ഗ്രീക്കിൻ്റെ അറബി പേരാണ്. ഗ്രീക്ക്. യുനാനി എന്ന് പറയുമ്പോൾ ഗ്രീക്കിൽ നിന്ന് വന്നതാണ്. ഹിപ്പോക്രാറ്റ്സ് ഗ്രീസിലാണ് ജീവിച്ചിരുന്നത്. പിന്നീട് അത് പേർഷ്യക്കാർ ഏറ്റെടുത്തു. പേർഷ്യക്കാർ അതൊക്കെ ഈ ഗ്രീക്ക് ഗ്രന്ഥങ്ങളൊക്കെ അവരുടെ പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി അവിടെ അത് വളർന്നു വന്നു. ഇറാഖിലും ഇറാനിലും ബഗ്ദാദിലൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു നല്ല കാലത്ത് ഇതൊക്കെ പഠിച്ചു വന്ന് പിന്നെ അത് അറബിയിലേക്ക് എന്തായി? വിവർത്തനം ചെയ്യപ്പെട്ടു. അറബി ഗ്രന്ഥങ്ങൾ നമുക്ക് ഇബ്നു സീന ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ റഫറിങ് ആയിരുന്ന ശരിക്ക് അൽ ഖാനൂനു ഫിത്തിബ് അല്ലേ? അതിൽ പഠിച്ചാൽ കാണാം ചതുർദോഷ സിദ്ധാന്തങ്ങൾ. ഇപ്പൊ തിബ്ബുൻ നബവി, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ, ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ സാദുൽ മഅദ് 5 വാള്യത്തിലെ 4ാം വാള്യം മുഴുവനും തിബ്ബുൻ നബവി, പ്രവാചക വൈദ്യ. അത് ഈ യുനാനി അടിസ്ഥാനത്തിലാണ്. ഞാൻ അങ്ങനെ പറയാന്ന് വെച്ചാൽ, യുനാനിക്ക് ഒരു തിയറി ഉണ്ട്. അതായത് ചതുർദോഷ സിദ്ധാന്തമാണ്. ഇതിന് മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്ന എവിടെന്ന് വെച്ചാൽ റൂട്ട്സാണ്, നമ്മുടെ പ്രകൃതി പച്ചമരുന്നുകളാണ്. ആയുർവേദം അത് തന്നെയാണ്. പക്ഷെ ആയുർവേദത്തിന് ചെറിയ വ്യത്യാസം എന്ന് വെച്ചാൽ, ആയുർവേദത്തിന്റെ തിയറി പഞ്ചഭൂതങ്ങളും ത്രിദോഷങ്ങളുമാണ്. ഈ പഞ്ചഭൂതങ്ങൾ ഏതറിയോ? ശൈത്താനിലോട്ടോ ഈ ഭൂതം എന്ന് പറയുമ്പോൾ വായു അല്ല, പഞ്ചഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ പിത്തരി വരില്ല. വായു, തീ, മണ്ണ്, വെള്ളം, ആകാശം. അപ്പൊ പഞ്ചഭൂതങ്ങളും ഇതിന് സമാനമായി ശരീരത്തില് ത്രിദോഷങ്ങള്, വാദം, പിത്തം, കഫം. രക്തം പരാമർശിക്കുന്നില്ല. പക്ഷെ യുനാനി പറയുന്നത് ഇത് ശരിയല്ല. പ്രകൃതിയിൽ 5 ഉണ്ടെങ്കിൽ ശരീരത്തിൽ 5 വേണം. പക്ഷെ പ്രകൃതിയിൽ 5 നമ്മൾ ചിന്തിക്കേണ്ടേ ഉള്ളൂ.
ആകാശ മനുഷ്യൻ ജീവിക്കണല്ലോ ഭൂമിയിലാണ്. അപ്പൊ ഭൂമിയിലുള്ള 4 കാര്യങ്ങൾ: ഒന്ന് മണ്ണ്, വെള്ളം, പിന്നെ തീ, വായു. ഇതിന് സമാനമായിട്ട് ശരീരത്തിലുള്ളതാണ് വാദം, പിത്തം, രക്തം, കഫം. ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാല് നമ്മുടെ പല അസുഖങ്ങളെ നിയന്ത്രിക്കാൻ ഇത് പഠിച്ച പെട്ടെന്നുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് ഒരു അസുഖം ബാധിച്ചു വിചാരിക്കുക. ഇപ്പൊ റസൂലുള്ളാഹിന്റെ ചികിത്സയൊക്കെ ഏകദേശം ഈ തിയറിയിലാണ് വരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. കോപം വന്ന പന്തത്തെ ഹുതുബകൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? പരിഭാഷയ്ക്ക് കോപം വന്ന എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? ഒതു കൊടുക്കാൻ. എന്തുകൊണ്ടാണത്? കോപം പിശാചിൽ നിന്നാണ്. പിശാചിനെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാ? തീ കൊണ്ട്. അപ്പൊ തീയെ തണുപ്പിക്കാൻ തന്നെ കഴിയ വെള്ളം കൊണ്ട്. അപ്പോ ഒരാള് ദേഷ്യം വന്നാൽ വേഗം ഒതു കൊടുത്താൽ മതി. അപ്പോ അവിടെ അടങ്ങാണ്. ഇതുപോലെ ശരീരത്തില് ഇപ്പൊ ഈ പ്രപഞ്ചത്തിലുള്ള മണ്ണിന്റെ സ്വഭാവമുള്ള സാധന ശരീരത്തില് ചതുർഭൂതത്തില് സമാനമായ ചതുർദോഷണം. മണ്ണിന് സമാനം വാദം എല്ലാവർക്കും ഉണ്ട്, ഇല്ലാക്കാൻ പറ്റില്ല. വാദം നമ്മളെ മുടി, എല്ല് ഇതൊക്കെ എന്ത് ചെയ്യണത്? സഹായിക്കണം വളർച്ചയ്ക്ക്. പ്രപഞ്ചത്തിലെ വെള്ളത്തിന് സമാനമാണ് ശരീരത്തിലെ കഫം. മണ്ണിന്റെ സ്വഭാവം എന്താ? തണുപ്പാണ്, വരണ്ടതാണ്. വെള്ളത്തിന്റെ സ്വഭാവം എന്താ? തണുപ്പാണ്, പക്ഷെ ഈർപ്പുണ്ട്. മണ്ണ് തണുപ്പും വരണ്ടതുമാണെങ്കിൽ വെള്ളം തണുപ്പും ഈർപ്പവുമാണ്. ഇനി 2 ബാക്കിയുള്ള ഒന്ന് തീ. തീന്റെ സ്വഭാവം ചൂടാണ്, വരണ്ടതാണ്. പക്ഷെ വായു ചൂടാണെങ്കിലും ഈർപ്പുള്ളതാണ്. സഞ്ചരിച്ചുകൊണ്ടിരിക്കുക വായു, ഈർപ്പുള്ളതാണ്. ഈ 4 ശരീരത്തിൽ ആവശ്യമായ രൂപത്തിൽ നിലകൊള്ളുമ്പോൾ ഒരാൾക്കൊരു അസുഖം ഉണ്ടാവില്ല. അപ്പൊ അതിൽ അസുഖമില്ലാത്ത ഒരുപാട് ആളുകളുണ്ടാവും. ഈ അസുഖമുള്ള ആൾക്കാർ എന്തുകൊണ്ട് അസുഖമല്ല വെച്ചാൽ ശരീരത്തിൽ ആവശ്യമായ രക്തത്തിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും, അതുപോലെ വാദത്തിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും, രക്തം, കഫം, ഇതിൻ്റെയൊക്കെ ക്വാളിറ്റിയും ശരീരത്തിന് ആവശ്യമായ രൂപത്തിലാവുമ്പോൾ എന്തുണ്ടാവില്ല? അസുഖങ്ങൾ ഉണ്ടാവില്ല. ഇതിലൊന്നിന് പിന്നെ വ്യത്യാസം വരും. ചിലപ്പോൾ കൂടുതലാവും, ചിലപ്പോൾ കുറവ് വരും. അപ്പോഴാണ് എന്ത് ചെയ്യുക? അസുഖം വരിക. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. മഴക്കാലമാകുമ്പോൾ പ്രപഞ്ചത്തിൽ എന്താ സംഭവിക്കുന്നത്? മാറ്റം. തണുപ്പും ഈർപ്പവും കൂടും അല്ലേ? മഴക്കാലം വെള്ളം ഇങ്ങനെ വരികയാണല്ലോ. അപ്പൊ തണുപ്പും ഈർപ്പവും ശരീരത്തിൽ കൂടും. അല്ല, പ്രപഞ്ചത്തിൽ കൂടും. അപ്പൊ സ്വാഭാവികമായിട്ടും ശരീരത്തിൽ എന്തുണ്ടാവും? ഇതിന്റെ മാറ്റം ഉണ്ടാവും. അപ്പൊ ശരീരത്തിൽ എന്താവും? തണുപ്പും ഈർപ്പവും കൂടും. അപ്പോൾ എന്ത് വരും? നമുക്ക് വെള്ളം കൂടുമ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാവും പോലെ കഫം വർദ്ധിക്കും. അപ്പൊ ചുമ വരും അല്ലെ? ചുമ ഉണ്ടാകുമ്പോൾ അത് മാറാൻ ഒരു പ്രതിരോധമാണ് പനി ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രപഞ്ചത്തിലെ ഈ മാറ്റം ശരീരത്തെ ബാധിക്കുന്നുണ്ട്. അവിടെ നമ്മൾ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇപ്പൊ നമ്മൾ സാധാരണ മഴക്കാലത്ത് ഇപ്പൊ നമ്മൾ പഴയ ചികിത്സ എന്താണ്? മഴക്കാലത്ത് പനി കഫക്കൊട്ട് നമ്മൾ എന്താ ചെയ്യുക? ചുക്കും കുരുമുളകും തിപ്പല്ലിയും തിളപ്പിച്ചെടുക്കും. ഇതെന്തിനാ കുടിക്കണത്? ചുക്ക്, കുരുമുളക്, തിപ്പല്ലി സ്വഭാവം എന്താ? ചൂട് സ്വഭാവ. ചൂടെന്നാൽ തീ തൊട്ടൊരു ചൂടുണ്ടാവും. അതിന്റെ സ്വഭാവം എന്താണ്? ഇപ്പൊ ചിക്കൻ ചൂടാണ് അല്ലെ? ചിക്കന് ചൂടാണ്. ബീഫ് എന്താണ്? തണുപ്പാണ്. പോത്തിറച്ചിയോ? ചൂടാണ്. അവിടെ ബീഫ് തണുപ്പാകുന്ന വെള്ളത്തിൽ പിന്നെ വെള്ളം വല്ലാതെ എന്താവൂല? വെള്ളത്തേക്ക് ഇറങ്ങൂല, കടക്കൂല, കുളിപ്പിച്ചു വയ്ക്കാൻ പറ്റും. പോത്താണെങ്കിലോ വെള്ളത്തിൽ കടക്കുക ചൂടായിട്ട്. അപ്പൊ പറഞ്ഞു വന്നത്, മഴക്കാലത്ത് നമ്മൾ ഇത്തരം വസ്തുക്കൾ തിളപ്പിച്ചു കുടിക്കുന്നത് ശരീരത്തിൽ തണുപ്പും ഈർപ്പവും കൂടുമ്പോൾ അതിനെ മറികടക്കാനുള്ള പ്രക്രിയ, ആ തണുപ്പിന് ഈർപ്പത്തി കുറക്കും. ശരീരത്തിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ചൂടും ഒക്കെ, ഈ ചുക്ക്, തിപ്പല്ലി, കുരുമുളകൊക്കെ ചൂട് തീരെ സ്വഭാവമാണ്. അപ്പോൾ എന്താവും? ചൂടും വരൾച്ച ഉണ്ടാക്കുമ്പോൾ ആ അസുഖങ്ങൾ അങ്ങോട്ട് മാറിക്കിട്ടും. ഇങ്ങനെ ഓരോന്നിനും. അതുപോലെ വാദം ശരീരത്തിന് ആവശ്യമാണ്. പക്ഷെ അതിന് അളവ് കൂടുമ്പോൾ എന്തായി? വാദത്തിന്റെ സ്വഭാവം പറഞ്ഞു. മണ്ണിന്റെ സ്വഭാവം തണുപ്പാണ്, വരണ്ടതാണ്. അവിടെ വാദം പിടിച്ചാൽ അങ്ങനെ ഇരിക്കും അല്ലെ? വാദം പിടിച്ചാല് തണുത്ത് വരണ്ടിരിക്കും. ഒരു പണിക്കും ആളെ കിട്ടില്ല. വേദനയാണ്, അവിടെ വേദന, മുട്ടി വേദന അറിഞ്ഞാൽ നിൽക്കും. അപ്പൊ അതിന് സ്വാഭാവികം എന്ത് ചെയ്യണം? തണുപ്പിന്റെ ഓപ്പോസിറ്റ് എന്താ? ചൂട്. വരൾച്ചന്റെ ഓപ്പോസിറ്റ് എന്താ? ഈർപ്പം. അപ്പൊ തണുപ്പും ഈർപ്പവും സ്വഭാവമുള്ള ഭക്ഷ്യവസ്തുക്കളോ മരുന്നോ കൊടുത്താൽ എന്താവും? ആളുഷാറായി നടക്കും. അപ്പൊ മാത്രമല്ല, പടച്ച തമ്പുരാൻ ഇത്തരം കാലഘട്ടങ്ങൾക്ക് അനിവാര്യമായ ചില ഭക്ഷണങ്ങൾ ഉൽപ്പാദിപ്പിച്ച്. പച്ചമാങ്ങ ഉണ്ടാണ് ഏത് കാലത്താ?
ചൂട് കാലത്ത്. എന്തുകൊണ്ട്? പച്ച മാങ്ങ തണുപ്പാണ്. മാങ്ങ പച്ചയാകുമ്പോൾ അതിന്റെ സ്വഭാവം എന്താണ്? നല്ല പച്ച മാങ്ങ അരച്ചിട്ട് നല്ല നീര് പിഴിഞ്ഞ് വെള്ളം കുടിച്ചാണ് നല്ല ടേസ്റ്റേ കാരം. കുറച്ച് മധുരത്തെ കുടിച്ചാൽ തണുപ്പാണ്. എന്നാൽ മാങ്ങ പഴുത്താൽ എന്തായി? ചൂടായി. മാങ്ങ പഴുക്കൽ ഏത് കാലത്താ? മഴക്കാലത്ത് എന്ത് ചെയ്യണം? മാങ്ങയും കുരുമുളകും നല്ലോണം കഴിച്ചാൽ നല്ല സുഖമാണ്. ഞാൻ ഓരോ വസ്തു ഇപ്പോൾ അതുപോലെ പ്രപഞ്ചത്തിലെ മാറ്റങ്ങൾ. മഴക്കാലത്ത് രാത്രി കുറവായിരിക്കും. ശ്രദ്ധിച്ചാൽ ഞങ്ങൾ എന്തുകൊണ്ടാണത്? കാരണം കൂടുതൽ ഉറങ്ങാൻ പാടില്ല. കൂടുതൽ ഉറങ്ങുമ്പോൾ ഈർപ്പവും തണുപ്പോ ശരീരത്തിൽ കൂടും. അപ്പോൾ പടച്ചോൻ ഉറക്ക് കുറക്കാൻ പറഞ്ഞു. രാത്രി കുറച്ചു, പകല് അധ്വാന സമയം കൂട്ടി. ഇങ്ങനെ അതുപോലെ തണുപ്പ് മഞ്ഞുകാലം വന്നാൽ മഞ്ഞ് തണുപ്പാണല്ലോ അല്ലെ? മഞ്ഞാണ് തണുപ്പിന്റെ സ്വഭാവം. അതായത് തണുപ്പാണ്, വരണ്ടതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആൾക്കാരെ ചുണ്ടൊക്കെ പൊട്ടണം. അത് വരണ്ടോണ്ട് അപ്പൊ നമ്മൾ വേനൽക്കാലമായ എന്താവും? പാടൊക്കെ അങ്ങനെ വിണ്ടുപോലെ വയലുകളൊക്കെ അത് വരണ്ടിട്ടാണ്. ഇതുപോലെ ചുണ്ട് പൊട്ടണപ്പോഴാ തണുപ്പും വരൾച്ച ഉണ്ടാകുമ്പോൾ ചുണ്ടുകൾ പൊട്ടും. നമ്മൾ വാസ്തു മറ്റും തേക്കുമ്പോൾ അവിടെ ഈർപ്പം കിട്ടും. ഞാനത് നീട്ടി പറയാൻ സമയമല്ല ഈ ഒരു രാത്രി സമയത്ത്. ഇങ്ങനെ ഈ 4 കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ തുല്യമായ അളവിൽ അല്ലെങ്കിൽ അതിൻ്റെതായ ആവശ്യമായ അളവിൽ നിലനിൽക്കുമ്പോൾ അസുഖങ്ങൾ ഉണ്ടാവില്ല. ഇതിന് ഇങ്ങനത്തെ അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിന് ഇത്തരത്തിലുള്ള ഭക്ഷണം തന്നെ നമ്മൾ കാര്യങ്ങൾ നിയന്ത്രിക്കുക. ഭക്ഷണമാണ് ഏറ്റവും വലിയ. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന പല മരുന്നുകളും ഞാനത് ചില നുറുങ്ങ് പറഞ്ഞു പോകണം. ഇതൊരു ക്രമത്തിലാക്കാം. അതായത് ഞാൻ ഈ ക്ലാസ് ഇന്നത്തെ ഒരു ക്ലാസ് ഞാൻ കരുതി പോന്നിട്ടില്ല. ഇന്നലത്തെ ക്ലാസ്സാണ് ഞാൻ പോകുന്നത്. പക്ഷെ ഇതൊരു ക്രമീകരിച്ച് ക്ലാസ് എടുക്കാൻ കുറച്ച് റെഫറിങ് ആവശ്യമാണ്. ഏതായാലും ചില കാര്യങ്ങൾ നമ്മൾ ചില ഭക്ഷണങ്ങൾ ഓരോ കാലത്തും ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ ചൂട് കാലം വരുമ്പോൾ ചിക്കൻ അതുപോലെ ഇങ്ങനെ പോത്തിറച്ചിക്ക് എന്ത് അതൊക്കെ ഒഴിവാക്കിയാൽ തന്നെ ഒരുപാട് അസുഖങ്ങൾ നമുക്ക് മാറി കിട്ടും. ഇപ്പൊ ചില ആൾക്കാരുടെ ശരീരത്തിൽ കുരുക്കളുണ്ടാവും. ചെറിയ ഗുണലുകളാകാം, ചിലപ്പോൾ വലിയ കുരുക്കളാകാം. ഇതിന്റെ സ്വഭാവത്തിന്റെ കാരണം എന്താണ്? ചൂടാണ്. കുരുകൾ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? വയറിലെ ഹീറ്റാണ്, രക്തത്തിലെ ഹീറ്റാണ്. വയർ ഹീറ്റ് ആകുമ്പോൾ രക്തം ഹീറ്റാവും. അപ്പൊ അവിടെ അതിനെ തണുപ്പിക്കുന്ന മരുന്ന് കൊടുത്താൽ ഇപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഇപ്പൊ പൈൽസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ താറാവിന്റെ മുട്ടയും. താറാവിന്റെ മുട്ട എന്താ? തണുപ്പ സ്വഭാവം. കോഴിന്റെ മുട്ട ചൂടാണ്. അപ്പോൾ ഈ തണുപ്പ് ചെല്ലുമ്പോൾ ഇപ്പൊ താറാമുട്ട കേൾക്കാൻ കഴിഞ്ഞോളുന്നില്ല. ഇപ്പൊ കുരുകളുള്ള അപ്പൊ ഞാൻ ഇന്നൊക്കെ ഹിജാമ ചെയ്തപ്പോൾ കുറെ ആളുകളുണ്ട് ശരീരത്തിൽ കുരുക്കളുള്ള ആളുകൾ ചെറിയ. അപ്പൊ ഞാൻ മരുന്ന് പറഞ്ഞുതരേ. കാരണം അത് മരുന്നുകൾ കഴിക്കേണ്ട ആവശ്യമില്ല. അതിന് പോയിന്റ് പറഞ്ഞുതരാം. നമ്മളെ ബോഡി പിന്നെ ചെറിയ ഉണലുകൾ, കുരുക്കള് ഇതിനൊക്കെ നമുക്ക് പറ്റാവുന്ന പ്രസ് ചെയ്യാവുന്ന ചില പോയിന്റുകളുണ്ട്. ഒന്ന് നമ്മളെ മുൻകൈ എടുത്തു കഴിഞ്ഞാൽ തള്ളവിരലിന്റെ നേരെ ഇവിടെ കുറച്ച് കട്ടിയുള്ള സ്ഥലം ഉണ്ടല്ലോ, മാംസമുള്ള സ്ഥലം, അതിന്റെ സെന്റർ ഇത് നമ്മളെ സ്റ്റൊമക് പോയിന്റാണ്. അവിടെ ശരിക്കും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വയറിന്റെ ഹീറ്റ് കുറയും. അപ്പൊ രണ്ട് കൈയിൽ ഞാൻ പറയണ ഒക്കെ 2 ഭാഗത്തും ചാനലുകളുണ്ട്. അക്യുപഞ്ചർ പ്രകാരം 12 ചാനലുകളുണ്ട്. എക്സ്ട്രാ ചാനൽ വേറെ ഉണ്ട്. അപ്പൊ ഈ 2 ചാനൽ 2 ഭാഗത്തുണ്ട്. അവ 2 കൈയിലും എന്ത് ചെയ്യണം? ഇതിന്റെ സെൻട്രൽ ഭാഗത്ത് സ്റ്റൊമക് പോയിന്റ് ആണ്. അവിടെ കുരുക്കളുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ നമുക്ക് കുരുക്കളുള്ള ആൾക്കാർ കഴിച്ച് ചില ഉണലുകളൊക്കെ ഉണ്ടാവും. രണ്ടാമത് അതിന്റെ ഒരു പോയിന്റ് പറയുന്നത് നമ്മൾ ഈ മോതിരവിരലുണ്ടല്ലോ, മോതിരവിരലിന്റെ ചെറുവിരലിന്റെ ഭാഗത്തുള്ള സൈഡ്, മോതിരവിരലിന്റെ ചെറുവിരലിന്റെ ഭാഗത്തുള്ള സൈഡ് ഇങ്ങനെ പിടിച്ചാൽ ശരിച്ചു പിടിച്ചാൽ അടിഭാഗം അവിടെ അങ്ങനെ ഇതിന്റെ ഈ മരട് മുതൽ തലവരെ എന്ത് ചെയ്യുക? നല്ലോണം പ്രസ് ചെയ്ത് വലിക്കുക. ചെറിയ വേദന ഉണ്ടാവും, ഒന്നും പ്രശ്നമൊന്നുമില്ല. അത് നമ്മുടെ ശരീരത്തിലെ പിമ്പിൾസ് ആൻഡ് പിന്നെ അതുപോലെ ഇതിന് മൂക്കുണ്ടല്ലോ, ഇതിനൊക്കെ പറ്റിയൊരു പോയിന്റാണ്. മോതിരം ഓരിട്ടാൽ മതി കുറെ നേരം. അപ്പൊ എല്ലാം എന്ത് ചെയ്യാ? ഈ മോതിരവിരൽ, സ്ത്രീകൾക്ക് ഇത് കാണണം അങ്ങോട്ട്, മോതിരവിരലിന്റെ ചെറുവിരലിന്റെ ഭാഗത്തുള്ള ആ സൈഡ്, ഈ സൈഡ് പെണ്ണുങ്ങൾക്കൊക്കെ മൂക്കുരുണ്ടാകുമ്പോ ഭയങ്കര പലതും തേക്കും അല്ലെ? പെണ്ണുങ്ങൾ പെയിന്റ് അടിച്ച പോവുള്ളൂ. ഇപ്പൊ ഒരു തമാശ പറയാറുണ്ട്,
ഒരാളിങ്ങനെ ഈച്ചനെ കൊല്ലുകയാണ്. ഈച്ചനെ ആട്ടി വീട്ടിൽ ഭയങ്കര ഈച്ചൻ്റെ കാലം വരാൻ പോവാണ്. അപ്പോൾ ഈച്ചനെ ഇങ്ങനെ ആട്ടിയപ്പോൾ ഭാര്യ അല്ല ഈച്ച പോകണില്ല. പക്ഷെ ഒരു കൊല്ലൽ തുടങ്ങി. വൈഫ് വെച്ച് നിങ്ങൾ ഈച്ചനെ കൊല്ലുകയാണ് ചോദിച്ച്. ഈച്ചനെ കൊല്ലാൻ മാർഗമൊന്നുമില്ല. 8 ഈച്ചനെ കൊന്നു. 4 ആണും 4 പെണ്ണുമാണ് ചെയ്തു. 4 ഈച്ച പെണ്ണു 4 ഈച്ച ആണുമാണ്. അപ്പോൾ വൈഫ് വെച്ച് നിങ്ങൾക്ക് തന്നെ ആണീച്ചനെ പെണ്ണീച്ചനെ മനസ്സിലാതെ ചോദിച്ചു. അപ്പം 4 ഈച്ച ഇരുന്ന കണ്ണാടിമേലാണ്, 4 ഈച്ച ഇരുന്ന പഞ്ചാരമേലാണ്. അപ്പൊ നമ്മളെ സഹോദരിമാർ പലപ്പോഴും ഈ മുഖം വെളുപ്പിക്കാൻ വേണ്ടി പെയിന്റ് തേച്ച് ബസ് പോയാലും ഒരു കണ്ണാണ്ടും പുലേക്കാരം. അപ്പൊ അതിനൊന്നും അത് ചെയ്യേണ്ട ആവശ്യമില്ല. അതെങ്ങനെ നമ്മൾ ചെയ്താൽ മതി. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ എല്ലാ കുരുകളും, മുഖത്തുള്ള കുരു, ശരീരത്തിൽ അവിടെയുള്ള കുരുവും പൊയ്ക്കോളും. പിന്നെ വയറ് തണുപ്പിക്കുക. ഈ കുരുക്കളൊക്കെ വരുന്നത് സ്റ്റൊമക്കിന്റെ ഹീറ്റ് കൊണ്ടാണ്. അത് ശരിയാവും. 2 നമ്മളെ ലിംഫ് ഗ്ലാൻഡിന്റെ ഒരു പോയിന്റ് ഉണ്ട്. ലിംഫ് ഗ്ലാൻഡ് പറഞ്ഞാൽ നമ്മുടെ ഈ ക്രീസ് ഉണ്ടല്ലോ, ഈ റിസ്റ്റ് ക്രീസ്, റിസ്റ്റിന്റെ മടക്കേണ്ട ഒരു ചെറിയ ലൈനാണ്. ഈ റിസ്റ്റ് ക്രീസിൽ നിന്ന് 2 പെരുവിരൽ കഴിഞ്ഞ് തൊട്ടടുത്ത പോയിന്റ്, 2 പെരുവിരൽ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത പോയിന്റ് മനസ്സിലായോ? അതിന് താഴെ അവിടെ 2 ഞരമ്പില്ലേ, അതിനെ സെൻട്രൽ ആക്കി കൊടുക്കുക. സെൻട്രൽ നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് കാര്യങ്ങൾ തൊട്ട് ഓപ്പോസിറ്റിൽ മറ്റേ ഈ നടുവിരലും വെക്കുക. ഇവിടെ പോയിന്റ് ഉണ്ട്, ട്രിപ്പിൾ വാർമറാണ്. ഇതൊരു പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ മാറി കിട്ടും. ഒന്ന് ഇത്തരത്തിലുള്ള കുരുക്കള്, അതുപോലെ ഉറക്കക്കമ്മി, ഉറക്ക കുറവുള്ള ആൾക്കാർ ശരിക്കും കിടക്കണതിന് മുമ്പ് ഒരു 5 മിനിറ്റ് മുമ്പ് നോക്കി കൊടുത്താൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് പെരികാർഡിയം 6 പോയിന്റാണ്. പെരികാർഡിയം 6 പോയിന്റാണ്. അപ്പൊ ഈ 3 പോയിന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിലെ കുരുക്കള്. അപ്പൊ ഇത് വയറിന്റെ ഹീറ്റ് കൊണ്ടാണ് ഇത്തരം അസുഖം. ഞാൻ ഇവിടെ നിന്നാണ് പോയത്. എന്തോ പോയെന്നാണ് അങ്ങോട്ട് പോയി പോയതല്ലേ. അപ്പൊ ഈ ശരീരത്തിലെ കുരുക്കള് നമുക്ക് ഒഴിവാക്കാനുള്ള മാർഗമാണ് ഇത്, ഈ പറഞ്ഞ കാര്യങ്ങള്. അപ്പോ ഹിജാമന്റെ വാതപിത്ത കഫം. അപ്പൊ ഈ പിന്നെ കുരുക്കളുണ്ടാണ് ചൂട് സ്വഭാവം കൊണ്ട. അപ്പൊ ചൂട് വരുമ്പോ നമ്മൾ എന്താ ബോഡിയെ, അപ്പൊ നമ്മൾ കാലാവസ്ഥക്ക് അനുസരിച്ച് ഭക്ഷണം ക്രമീകരിക്കാൻ മതി. അല്ലാതെ എല്ലാ കാലത്തും എല്ലാം വാരി വലിച്ച് കഴിക്കുന്ന ഒരു അവസ്ഥ എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ മഴക്കാലത്ത് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഏത്? തണുപ്പ് സ്വഭാവമുള്ള വസ്തുക്കൾ നമ്മൾ ഒഴിവാക്കുക. അപ്പോൾ തണുപ്പ് കാലത്ത് ഉണ്ടാകുന്ന അസുഖങ്ങൾ ഉണ്ടാകൂല. അതുപോലെ പിന്നെ ചൂട് കാലത്ത് ചൂട് സ്വഭാവമുള്ള ഭക്ഷണങ്ങൾ പരമാവധി എന്ത് ചെയ്യാം, ഒഴിവാക്കുക. അപ്പം ചൂടുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ഒരിക്കലും നമുക്ക് ഉണ്ടാകൂല. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ യുനാനിയെ കുറിച്ച് പറഞ്ഞു വന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ തിയറികൾ ഈ 4 അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഒന്ന് ഹിപ്പോക്രാറ്റ്സിൻ്റെ, അദ്ദേഹം ഈ വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റ്സ് പഠിപ്പിച്ച അതേ തിയറിയിൽ നിലകൊള്ളുന്നതാണ് ഇത് പിന്നെ ഭൗതിക ശാസ്ത്ര അടിസ്ഥാനത്തിലാണ്. അലോപ്പതി ആണെങ്കിലോ അത് കെമിസ്ട്രി അടിസ്ഥാനത്തിലാണ്, രസത്തിന്റെ അടിസ്ഥാനത്തിലാണത്. അപ്പോൾ ഇത് നമ്മൾ റൂട്ട്സ് തന്നെ. ഇപ്പൊ യുനാനി മരുന്നുകളൊക്കെ യുനാനി ആയുർവേദം പോലെ തന്നെ. പക്ഷെ യുനാനി ആയുർവേദ വ്യത്യാസം നേരത്തെ പറഞ്ഞല്ലോ. നമ്മളെ ജമാഅത്തും മുജാഹിദും തമ്മിൽ, ജമാഅത്തും സലഫും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ. തൗഹീദിൽ, ഹാക്കിമി, ഇങ്ങനെ ചെറിയൊരു തിയറി വ്യത്യാസമാണുള്ളത്, ഒരൊറ്റതിൽ വ്യത്യാസം. പക്ഷെ പലപ്പോഴും നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യയിലെ ഒരു ഏറ്റവും നല്ലൊരു മരുന്ന് ഉൽപാദന കേന്ദ്രമുണ്ട് യുനാനിൻ്റെത്. അറിയോ? ഹംദർദ് അല്ലേ? ഹംദർദ് വഖഫ് ലബോറട്ടറീസ് എന്നാണ്. അത് ഇന്ത്യ 2ആയപ്പോൾ ഹംദർദ് 2ആയി. ഇന്ത്യൻ ഹംദർദും പാകിസ്ഥാൻ ഹംദർദും. പക്ഷെ ഏറ്റവും നല്ല മെഡിസിൻ ഇന്ത്യൻ്റെ ആണ്. പക്ഷെ ഇപ്പം എന്താ വെച്ചാൽ ഇപ്പം വഖഫിൻ്റെ, അപ്പോൾ അതുകൊണ്ട് തന്നെ യുനാനി മരുന്നുകൾ അതിൻ്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാക്കുള്ളൂ ഹംദർദ് കമ്പനി. പിന്നെ ഒരുപാട് കമ്പനികൾ ഇപ്പോൾ റെക്സ് ഉണ്ട്, അഹമ്മദൻ കമ്പനി ഉണ്ട്, ഇപ്പോൾ കോഴിക്കോട് കമ്പനി ഉണ്ട് വന്നിട്ടുണ്ട്, ഇപ്പോൾ ഡോക്ടർ അജ്മലിൻ്റെ, അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. പക്ഷേ അതിലേറ്റവും ബെസ്റ്റ് കമ്പനി നിങ്ങൾ മരുന്ന് ഉപയോഗിക്കണമെങ്കിൽ ഏറ്റവും നല്ലത് ഹംദർദിൻ്റെ മരുന്ന് തന്നെയാണ്. ഇപ്പം റൂഹാഫ്സൊക്കെ എല്ലാവർക്കും ഇവിടെ പരിചയമുള്ളതാണ്. റൂഹാഫ്സൊക്കെ ഒരുപാട് പഴവർഗ്ഗങ്ങളുടെ സത്താണെന്ത് റൂഹാഫ്സ. നല്ല ഒരു ബോഡി തണുപ്പിക്കാൻ പറ്റിയ ബോഡി കൂളൻ്റാണത്. ഇപ്പോൾ ഓരോ മരുന്ന്, ഇപ്പോൾ മാജൂൻ ഉഷ്ബാർ ലേഖുണ്ട്. മാജൂൻ ഉഷ്ബാർ എന്താ? ഉഷ്ബാർ അറിഞ്ഞതറിയോ? നന്നാരി കേട്ടില്ലേ? നന്നാരി സർബത്ത്. നന്നാരിൻ്റെ അറബി ഉറുദു പറഞ്ഞ ഉഷ്ബ. മാജൂൻ ഉഷ്ബ വെച്ചാൽ എല്ലാ കുരുക്കളും ശരിക്ക് ബോഡി കൂളൻ്റ് ആവും.
ബോഡി കൂളൻ്റാണ്, ബോഡി തണുത്തു പോകും. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അതുപോലെ പിന്നെ പ്രവാചകവേദത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. ഹിജാമിൻ്റെത് ഇപ്പം കരിഞ്ജീരകത്തിൻ്റെ ഞാൻ ഒന്നുകൂടി എൻ്റെ ചില കാര്യങ്ങളെ പറഞ്ഞുതരാം. ഇപ്പം കരിഞ്ജീരകത്തിൽ the black seeds are rich source of calcium, iron, sodium and potassium. ഈ കരിഞ്ജീരകത്തിൻ്റെ ഓയിൽ ഇത് നല്ലൊരു സോഴ്സാണ്. ഇതിൻ്റെയൊക്കെ കാൽഷ്യം, നമ്മൾ ജാഗര കാൽഷ്യം കൂടി ആയിട്ടുണ്ടാവും. അത് ഈ പ്രത്യേകിച്ച് വില കണ്ടല്ലേ നമ്മൾ ഈ സ്ത്രീകൾക്കുള്ള പ്രശ്നം, തൈറോയിഡ് പ്രശ്നം. തൈറോയിഡ് ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു സ്ത്രീ വന്ന് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലുള്ളത് 2-3 ആഴ്ചയായിട്ടുള്ളൂ ആകെ. അപ്പോൾ ഒരുപാട് കാലം മരുന്ന് കുടിക്കുന്നു, പക്ഷേ ഒരുപാട് അസ്വസ്ഥതകൾ അതുകൊണ്ട്. തൈറോയിഡ് ഹൈപ്പർ തൈറോയിഡ് ഉണ്ട്, ഹൈപ്പോ തൈറോയിഡ് ഉണ്ട്. തൈറോയിഡ് കുറവുണ്ട്, കൂടുതലുണ്ട്. ഈ ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ കൂടുതലുകൊണ്ടുള്ള പ്രശ്നങ്ങൾക്ക് അതിന് ശരിക്കും മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഈ ഇത് കഴിക്കിയത് കരിഞ്ജീരകത്തിൻ്റെ ഓയിൽ. ഞാനത് പറഞ്ഞു കൊടുത്ത ആ സഹോദരിക്ക്, അവരെ ഹസ്ബൻഡും ഉമ്മയൊക്കെ വന്നിരുന്നു. പിന്നെ എക്സസൈസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും സഹോദരിമാരുടെ ശ്രദ്ധിക്കുക, തൈറോയിഡിൻ്റെ പ്രശ്നം സഹോദരിമാർ ഇഷ്ടം പോലെ ഉണ്ട്, നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് തൈറോയിഡിൻ്റെ പ്രശ്നം. ഒന്നൊരു എക്സസൈസ് ഉണ്ട്. എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൈ രണ്ടും ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് പെരടിയിൽ വെക്കുക. സ്ത്രീകൾ ശ്രദ്ധിക്കുക സഹോദരിമാർ. എന്നിട്ട് കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് തല കുനിച്ചു വെക്കുക ഇങ്ങനെ. എന്നിട്ട് തല നിവർത്തുക, കൈ ഉയർത്തുക ഉണ്ടോ. വീണ്ടും തല താഴ്ത്ത കൂട്ടുക. ഒന്നത്. 2 സഹോദരന്മാർ ശ്രദ്ധിക്കാൻ, നമ്മളെ ഈ പെരുവിരലിൻ്റെ അടിഭാഗത്ത് ഒരു ക്രീസ് കാണാം. ഇവിടെ ഈ അടിഭാഗത്ത് ഈ ചൂണ്ടുവിരലിൻ്റെ ഈ കോർണറിൽ അവിടെ ശരിക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അവിടെ പ്രസ് ചെയ്താൽ എന്നിട്ട് എന്ത് ചെയ്യുക, ശരിക്കും വലിക്കുകയാണ്. തള്ളവിരലിൻ്റെ ഈ ക്രീസിൻ്റെ അടിഭാഗം ഇങ്ങനെ ശരിക്ക് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തൈറോയിഡിൻ്റെ പോയിന്റാണ്. പക്ഷത്തിൽ മരുന്നിന്റെ ആവശ്യം ശരിക്കില്ല. അത്ര നല്ലൊരു പോയിന്റാണിത്. പിന്നെ തൈറോയിഡ് പ്രശ്നമുള്ള ചില ആൾക്കാർക്ക് നിത്യ ജലദോഷം ഉണ്ടാവും. അതിനെന്ത് ചെയ്യാന്നോ, എക്സ്ട്രാ 1 എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട് ഇവിടെ. ഞാൻ ആ സഹോദരിക്ക് ഒറ്റ പ്രാവശ്യം നീട് കൊടുത്ത്, അക്കിപ്പശം നീട് കൊടുത്ത്, പിറ്റേ ആഴ്ച വന്നപ്പോൾ ആ തല പ്രശ്നം മാറി. കാലങ്ങളെ മരുന്ന് കുടിക്കുന്ന ആള് ഒരൊറ്റ പോയിന്റിൽ നീട് കൊടുത്താണ്. മിഞ്ഞാന്ന് വന്നപ്പോൾ അവർ പറഞ്ഞു എനിക്ക് ആ പ്രശ്നം കാലങ്ങളെ മാറാത്ത ജലദോഷം മാറി കിട്ടി. നമ്മൾ വീടില്ല, അപ്പം നിങ്ങൾ ചെയ്താൽ ഇവിടെ പ്രസ് ചെയ്യുക, ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഈ 2 അത് നമ്മളെ ഐബ്രോ ഉണ്ടല്ലോ, ഐബ്രോയുടെ സെൻറ്ററിൽ X1 എക്സ്ട്രാ 1 എന്ന പോയിന്റാണിത്. തൈറോയിഡിലുള്ള ആളുകൾക്ക് ഏറ്റവും നല്ലൊരു പോയിന്റാണ്. പിന്നെ കിഡ്നിയുടെ ചാനൽ ലാസ്റ്റ് 27. നമ്മൾ ഈ സ്റ്റേർണുണ്ടല്ലോ, സ്റ്റേർണം 2 സൈഡിൽ ഈ കോളർ ബോണിൻ്റെ താഴെ സ്റ്റേർണത്തിൻ്റെ സൈഡിൽ ആണുങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല. തൈറോയിഡ് ലേഡീസിനുണ്ടാക്കാത്ത കാര്യമായിട്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, അവിടെ പ്രസ് ചെയ്യുക. തൈറോയിഡ് ഏറ്റവും നല്ല പോയിന്റാണത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ കരിഞ്ജീരകത്തിൻ്റെ ഓയിൽ റസൂലിൻ്റെ അന്ന് നോക്കി നിങ്ങൾ അന്ന് ഇപ്പോൾ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. കരിഞ്ജീരകത്തിൻ്റെ ഓയിൽ ഇതൊക്കെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിരിക്കണോ? പക്ഷെ അന്ന് പറഞ്ഞു മരണമില്ലാത്ത എല്ലാ രോഗത്തിനും ശമനം അതിലുണ്ട്. പിന്നെ കാണാം അതൊക്കെ പിന്നെ ഇത് ആധുനിക കണ്ടുപിടുത്തങ്ങളൊക്കെ. അതുപോലെ ദ ബ്ലാക്ക് സീഡ് ഓയിൽ ഹാസ് ഹൈ ന്യൂട്രീഷണൽ വാല്യൂ കണ്ടെയ്നിങ് ഡയറ്ററി ഫൈബർ. ഫൈബർ ഏറ്റവും ആവശ്യം നമുക്ക് എന്തിനാ? ഫൈബർ എന്ന് വെച്ചാൽ ഫൈബർ കസേരല്ല. ഫൈബറുള്ള ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ശരിക്കും എന്തുണ്ടാവുള്ളൂ? ശോധന ഉണ്ടാവുള്ളൂ. ശോധന ഉണ്ടെങ്കിൽ അസുഖങ്ങൾ മാറും. ഈ ദിവസം പൊറാട്ട കഴിച്ചാൽ ഫൈബറായില്ല, ശോധന ഉണ്ടാവില്ല. അവസാനം മലബന്ധം ഉണ്ടാവും. മലബന്ധം അവസാനം മൂത്ത് പൈൽസാവും അല്ലേ? പിന്നെ പൈൽസ് ഓപ്പറേഷൻ നടക്കണം, അതിന് മരുന്നിന് പോകണം. അപ്പം ഫൈബർ പിന്നെ ഉള്ള ഭക്ഷണങ്ങൾ, നാരുള്ള ഭക്ഷണം കഴിച്ചാൽ നമുക്ക് മിക്ക അസുഖങ്ങളെയും ഒഴിവാക്കാൻ സാധിക്കും. രാത്രി കിടക്കുമ്പോൾ രാത്രിത്തെ ഭക്ഷണം പരമാവധി എന്ത് ചെയ്യുക, ഗോതമ്പ് ഭക്ഷണമൊക്കെ. ഗോതമ്പ് നല്ലൊരു ഫൈബർ ഉള്ള ഭക്ഷണമാണ് ഗോതമ്പ്. ഗോതമ്പ് കൊണ്ട് നിങ്ങൾ അരീസ ഗോതമ്പ് കഞ്ഞിയോ ഗോതമ്പ് റൊട്ടിയോ എന്ത് കഴിച്ചാലും പ്രശ്നമില്ല. ഗോതമ്പ് പിന്നെ അതിൻ്റെ കുറച്ചൊക്കെ തവിടുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് സാധനം. മാത്രമല്ല ടോട്ടൽ 15 അമിനോ ആസിഡ്സ്, 15 അമിനോ ആസിഡുകൾ ഇതിലുണ്ട്.
ഈ കരിഞ്ചിരത്തിലുണ്ട്. അത്രയുള്ള വേറൊന്നും ലോകത്തില്ല. അതുപോലെ തന്നെ ഇനി ഇത് മാറ്റുന്ന അസുഖങ്ങൾ ഇവര് ശാസ്ത്രം കണ്ടുപിടിച്ച് പറഞ്ഞാൽ അവരെ കണ്ടുപിടിച്ചത് ദ ഡിഫറെന്റ് ഡിസീസസ് ഫോർ വിച്ച് കലോഞ്ചി ആർ ബെനിഫിഷ്യൽ. ഹൈപ്പർ ടെൻഷൻ, അത് BP അമിത പ്രഷർ, ഡയബറ്റീസ് ഷുഗർ, കോഫ്, ആസ്മ, ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ, ലേഡീസ് ഡിസീസസ്, സ്കിൻ ഡിസീസസ്, ഹെഡ് ഏക്ക്, ബാക്ക് ഏക്ക്, ടൂത്ത് ഏക്ക്, സ്റ്റൊമക് പെയിൻ, അലർജി, പോളിയോ, പാരലൈസിസ്, ആർത്രൈറ്റിസ്, ഐ ഡിസീസസ്, മെമ്മറി പവർ, കിഡ്നി പെയിൻ, ബ്ലഡ് പ്രഷർ, പൈൽസ്, ഹെയർ ലോസ്, സ്കിൻ ഡിസീസസ്, കോൺസ്റ്റിപ്പേഷൻ, സ്റ്റൊമക് വേംസ്, ജോണ്ടിസ് ആണല്ലേ മഞ്ഞപ്പിത്തം, ഡാൻഡ്രഫ്, സോറിയാസിസ്, ബേണിംഗ് സെൻസേഷൻ, ഒബേസിറ്റി അമിതവണ്ണം. അപ്പോൾ എല്ലാത്തിനും ഒരു മരുന്നാണ്, വഹിയാണത്. അത് നമ്മൾ സ്ഥിരമായി കഴിഞ്ഞാൽ പക്ഷേ നമുക്ക് ഇതിന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ മൈഗ്രെയിന് പറയുന്നുണ്ട്. ബ്യൂട്ടി ടിപ്സായിട്ട് കലോഞ്ചിയിൽ ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ സൗന്ദര്യം ആഗ്രഹിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് കടുത്ത പാടൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാന്നോ, ഒന്നുകിൽ 1/4 ടീസ്പൂൺ കലോഞ്ചി ഓയിലും കരിഞ്ജീരകത്തിൻ്റെ ഓയിലും 1 സ്പൂൺ ഒലീവ് ഓയിലും അത് മിക്സ് ചെയ്തിട്ട്, ഒലിവില പറഞ്ഞു എക്സ്ട്രാ വിർജിൻ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിൽ ഏകദേശം 1% താഴെ അസിഡിറ്റി ഉള്ളൂ. അതിന്റെ പ്രോസസ്, അതിന്റെ മറ്റുള്ള ക്വാളിറ്റിക്ക് വരുമ്പോൾ 2, 3, 4 അസിഡിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ പൊള്ളലാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കലോഞ്ചി ഓയിൽ, ഈ കലോഞ്ചിയുടെ കരിഞ്ജീരകത്തിൻ്റെ ഓയിൽ, ഞാൻ ഉറുദു പേരെ വരുന്നത് എപ്പോഴും വരിക, കരിഞ്ജീരകത്തിൻ്റെ ഓയിൽ 1/4 ടീസ്പൂണും 1 സ്പൂണ് ഒലീവ് ഓയിൽ മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിച്ചാൽ മുഖത്തിലെ കലകളൊക്കെ പോകും. അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ കരിഞ്ജീരകത്തിൻ്റെ ഓയിൽ, ഓറഞ്ച് നീര് 1 സ്പൂണ് മിക്സ് ചെയ്യുക, എന്നിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക, കലകളൊക്കെ പോകും. അതൊക്കെ ഇപ്പോൾ പെണ്ണുങ്ങളൊക്കെ ശ്രദ്ധിക്കുക, ആണുങ്ങൾ നേരം ഉണ്ടാവില്ല ജോലിക്ക് പോകുന്നവർക്ക്. അപ്പം ഇങ്ങനെ അനവധി ഇപ്പം ഈ പറഞ്ഞ അസുഖങ്ങൾക്കൊക്കെ മരണമില്ലാത്ത എല്ലാ അസുഖത്തിനും ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. ഇനി മറ്റൊന്ന് ഞാൻ പിന്നെ കൂടുതൽ ഇട്ടിക്കൊണ്ട് പോകുന്നില്ല. അക്യുപഞ്ചർ പഠിക്കാനോ പഠിക്കാൻ ഒരുപാട് സമയം വേണം. അക്യുപഞ്ചർ പഠിക്കാനാൽ ഇത് 360 മർമ്മങ്ങൾ പഠിക്കണം, അതിൻ്റെ തിയറി പഠിക്കണം. ഒക്കെ ഒരു തിയറി ഉണ്ടല്ലോ, ഇതിൻ്റെ എലമെന്റ്സുകളുണ്ട്, പിന്നെ അത് പഠിക്കണം. ഇപ്പം അതിൻ്റെ ഒരു പുസ്തകമാണ് കേട്ടോ, പ്രാക്ടിക്കൽ അക്യുപഞ്ചർ, ഡോക്ടർ പ്രഭ ബ്രൗൺകർ അവരെഴുതിയാണ്. ഹെൽത്ത് ഹാർമണി, ഇത് ജെയിൻ പബ്ലിഷേഴ്സ്, USA, യൂറോപ്പ്, ഇന്ത്യ, ഇതിലൊക്കെ വിട്ടുപോകണം. ഈ ഡോക്ടർ പ്രഭ ബ്രൗൺകർ MBBS ആണ്, ഗൈനക്കോളജിസ്റ്റാണ്, MD അക്യുപഞ്ചർ MD എടുത്ത ആളാണ്. ഇത് ശരിക്ക് എന്താണ് ഇത് തറവാക്കാണെങ്കിൽ കുറച്ച് ടൈം എടുക്കണം. നമ്മളിത് കൂടുതൽ വായിച്ച് പഠിക്കുന്നതിലാണ്. ഇല്ല, അതില്ല, അക്യുപഞ്ചറിൽ പറയുന്നില്ല. അക്യുപഞ്ചർ നീഡിൽ കൊടുത്തുള്ള പരിപാടികളാണ്. അക്യുപഞ്ചർ ഉണ്ട്, അക്യുപ്രഷർ ഉണ്ട്. ഞാൻ പറഞ്ഞ പ്രഷർ ഉണ്ടല്ലോ, അക്യുപ്രഷർ, അത് അക്യുപ്രഷറിൽ ഏറ്റവും നല്ല ഡോക്ടർ ഉണ്ട് ഇന്ത്യയിൽ, ഡോക്ടർ കേദാൻ ഷാ എന്നാണ്, കേദൻ വി ഷാ. ഇതിൻ്റെ പുസ്തകമാണിത്, അക്യുപ്രഷർ. ഓക്കെ, നമ്മൾ എന്താ വെറുതെ നോക്കിയിട്ട് കാര്യമില്ല, ഓരോന്നിനും അതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതിന് ആ പോയിന്റ്, അതിന്റെ പോയിന്റുകളും അതിന്റെ സ്വഭാവങ്ങളും പഠിച്ചാൽ നമുക്ക് ഇപ്പൊ ടോണിഫിക്കേഷൻ പോയിന്റ് ഉണ്ട്, മദർ പോയിന്റ് ഉണ്ട്, കൺട്രോൾ പോയിന്റ് ഉണ്ട്. അതൊക്കെ നമ്മൾ ശരിക്കും പഠിച്ച് മനസ്സിലാക്കിയാൽ നമുക്കിത് ചികിത്സിക്കാൻ കഴിയുള്ളൂ. തിയറി പഠിക്കാതെ നമ്മൾ ഇപ്പൊ ഒരു തലവേദന നല്ല എല്ലാ തലവേദനക്കും നമ്മളെന്താ കുടിക്കുക, പാനഡോൾ അല്ലേ? അപ്പൊ തലവേദന വരുന്ന ചിലപ്പോൾ കഫക്കെട്ടുണ്ടായിരിക്കാം. കഫക്കെട്ടിനുള്ള തലവേദനക്ക് അതിനുള്ള ചികിത്സ കൊടുക്കേണ്ടത്. ചില തലവേദന വയറിന്റെ ഹീറ്റ് കൊണ്ട് വരും. അപ്പൊ ബോഡി, ചില ആൾക്കാർ പറയും ഒന്ന് ഉറങ്ങി കഴിഞ്ഞാൽ തലവേദന മാറി അറിയും. അപ്പൊ സംഭവം എന്താ, അത് വയറ് ഹീറ്റായിട്ടാണ്, അസിഡിറ്റി കൂടിയിട്ടാണ്. അപ്പൊ ഒന്ന് തല തണുത്താല്, ബോഡി തണുത്താല് അത് മാറും. അപ്പൊ കഫം കൊണ്ടുള്ള തലവേദന കഫം പുറത്തള്ളണം. പിത്തം കൂടിയ തലവേദന ഉണ്ടാവും, അതിന് ബോഡി തണുപ്പിച്ചാൽ മതി. അതുപോലെ വരൾച്ച വന്നാൽ തലവേദന ഉണ്ടാവും. അപ്പൊ ഓരോന്നിനുള്ള കാരണങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചികിത്സിക്കണം. ഈ പ്രസ് ചെയ്യേണ്ട സമയത്തിന് എന്നുള്ളതാണ്. ഒരു 2 മിനിറ്റാണ് ഏറ്റവും ബെസ്റ്റ് ടൈം.
ഇനി അല്ലെങ്കിൽ ഒരു രണ്ട് ഇപ്പം നമ്മളിവിടെ നിൽക്കുകയാണ് LI4 ഞാൻ പറഞ്ഞ നേരത്തെ വേദനക്കുള്ളത്. അപ്പോൾ അവിടെ ഒരു മിനിറ്റ് നിൽക്കിയാൽ ഇവിടെ ഒരു മിനിറ്റ് നിൽക്കുക, അപ്പോൾ 2 മിനിറ്റ് ആയല്ലോ, 2 പോയിന്റിലും കൂടെ ആയിട്ട് അത് ചെയ്യാം. ഇപ്പം ഷുഗറുള്ള ആളുകൾ ഇവിടെ എത്ര ഷുഗർ ഉണ്ട്? കുറച്ച് ആൾക്കാരുള്ളൂ അല്ല, കുറവാണ്. ഷുഗറുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക. ഒന്ന്, ഷുഗറുള്ള ആളുകൾ വിരലിനെ നിർത്തിപ്പിടിച്ചാൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഇതാണ് പാങ്ക്രിയാസിന്റെ പോയിന്റാണ്. പാങ്ക്രിയാസ് ഉത്തേജിപ്പിക്കുന്ന പോയിന്റ്. പാങ്ക്രിയാസ് ഉത്തേജിപ്പിക്കുന്ന പോയിന്റ് പെരുവിരലിന്റെ ഇവിടെ, അവിടെ ഒരു വിരൽ വെക്കുക. ഇത് നേരത്തെ പറഞ്ഞ വേദനക്കുള്ള പോയിന്റ് ഉണ്ടല്ലോ, അവിടെ പോയിന്റ് കൊടുക്കുക. എന്നിട്ട് രണ്ടും പ്രസ് ചെയ്യാണ്ടല്ലോ, 2 പോയിന്റ് ഒരുമിച്ച് പ്രസ് ചെയ്യാൻ വെക്കുക. അപ്പൊ നമുക്ക് ഷുഗറും മാറിക്കിട്ടും, വേദനയും മാറിക്കിട്ടും. ഷുഗറോട് ആൾക്കാർക്ക് വേദന വരും. ഇനി മാത്രമല്ല, ഇവിടെ പറഞ്ഞല്ലോ ഈ LI4 വേദന മാത്രമല്ല, ഒരുപാട് പ്രശ്നങ്ങൾക്ക് LI4 ഞാൻ നേരത്തെ പറഞ്ഞ വേദനക്കുള്ള പോയിന്റ് ഉണ്ടല്ലോ, അവിടെ ഒരു അസുഖം മാത്രമല്ല മാറുക. LI4 മാറുന്ന അസുഖങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ എത്രയൊക്കെ നിർത്തേണ്ടി പറയും. LI4 മാറുന്ന അസുഖങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഹെഡ് ഏക്ക്, ടൂത്ത് ഏക്ക്, മൈഗ്രെയിൻ, അതുപോലെ പെയിൻ ആൻഡ് പാരലൈസിസ് ഓഫ് ദ അപ്പർ എക്സ്ട്രിമിറ്റി, റിനൈറ്റിസ്, അതുപോലെ ഫേഷ്യൽ പാരലൈസിസ്, ഗൗട്ട്, പെയിൻഫുൾ കണ്ടീഷൻ ഓഫ് ദ ഐ, ഹൈപ്പർ ഹൈഡ്രോസിസ് ആൻഡ് ഹൈപ്പോഹൈഡ്രോസിസ്, മാൻഡിബുലർ ആർത്രൈറ്റിസ്, ബ്രോങ്കൈറ്റിസ്, ഇതൊക്കെ അതുകൊണ്ട്. അതുപോലെ പിന്നെ ഇൻ സ്കിൻ കണ്ടീഷൻസ് ലൈക്ക് ബോയിൽസ് ആൻഡ് ഏക്കിൻ. Needle in LI4 is used for acute pain in the neck. This point is very important as supplementary point for pain relief in surgical anesthesia. Surgical anesthesia ഏറ്റവും നല്ല പോയിന്റാണിത്. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട പിന്നെ മറ്റൊരു ഷുഗറിൻ്റെ ഞാൻ പറഞ്ഞ പോയിന്റ് ഒന്ന് ഇതാണ്. 2, ഷുഗർ ഡൗൺ ആക്കുന്ന പോയിന്റ് ഉണ്ട്. ഷുഗർ ഡൗൺ ആക്കുന്ന പോയിന്റ് അപ്പോൾ കാണിച്ചാൽ കാലിനുള്ള അങ്ങനെ എനിക്കറിയില്ല, ഇതിനെ ഇവിടുന്ന് കാണിച്ചു തരാം. നമ്മൾ ഈ കാലിൻ്റെ മടമ്പുണ്ടല്ലോ, നെരിയാണി, മടമ്പല്ല നെരിയാണി. കാലിന്റെ നെരിയാണിയിൽ നിന്ന് ഇതിന്റെ ഏറ്റവും ഉയർന്ന ഭാഗം അവിടെ 4 വിരൽ വെക്കുക. 4 വിരൽ വെച്ചിട്ട് ഈ 4 വിരൽ അവസാനിക്കുന്നിടത്ത് ഇവിടെ എല്ലുണ്ട്. ഈ എല്ലു മാംസം പൂർണ്ണ ഭാഗത്തുകൾ എന്ത് ചെയ്യുക, പ്രസ് ചെയ്യുക. ഷുഗറുള്ള ആളുകൾ ഇത് ശ്രദ്ധിക്കണം. ഷുഗർ ഇല്ലാത്തവർ ഇത് രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ പ്രസ് ചെയ്യരുത്. ഷുഗർ ഡൗൺ ആവും. സ്റ്റൊമക്കില് മനസ്സിലായോ? ബിരിയാണിയുടെ ഈ ബിരിയാണിയുടെ 4 വിരൽ വെക്കുക. 4 കണ്ണ് അല്ല 3 കണ്ണ്. ഒരു കണ്ണിന് അളവുണ്ട് കണ്ണ്. ഒരു കണ്ണ് നമ്മളെ പെരുവിരലിന്റെ വീതിയാണ്. അപ്പൊ 4 വിരൽ വെച്ചാൽ 3 കണ്ണ് കിട്ടും. പറഞ്ഞുതരാം. അവിടെ അവിടെ പ്രസ് ചെയ്യുമ്പോൾ അതുവരെ ശ്രദ്ധിക്കാം. അവിടെ പ്രസ് ചെയ്യുമ്പോൾ അതേ സമയത്ത് തന്നെ ഈ ഉച്ചയുടെ ഒരു കണ്ണ് താഴെ ഇവിടെ കിഡ്നി 3 പോയിന്റ് ആണ്. കിഡ്നിയുടെ 3ാമത്തെ പോയിന്റ് അവിടെ പ്രസ് ചെയ്യാം. അവിടെ മെച്ചെന്ന് വെച്ചാല് ഒരാളവിടെ ഈ കിഡ്നി 3 ഷുഗർ വന്നാൽ ശരീരം ക്ഷയിക്കും. ശരീരം ക്ഷയിക്കാതിരിക്കാനുള്ള പോയിന്റാണ് കിഡ്നി 3 പോയിന്റ്. ശരീരം ക്ഷയിക്കാതിരിക്കാനുള്ള പോയിന്റാണിത് കിഡ്നി 3. മനസ്സിലായോ? അത് നമ്മൾ ഈ ഉച്ചയിൽ നേരെ താഴെ ഇത് ഒരു 2 മിനിറ്റ് പ്രസ് ചെയ്താല് ഷുഗർ കുറയും ചെയ്യും. ഷുഗറോടുള്ള മറ്റുള്ള ഇത് പോവുകയും ചെയ്യും. അത് പിന്നെ ഒരു 2 മിനിറ്റ് ചെയ്യാം. 2 കാലിലും രാവിലെയും രാത്രിയും ചെയ്യാം കിടക്കാൻ പോണ സമയത്ത്. അത് ഈ ഒബേസിറ്റിയിലെ ആളുകളുണ്ടാവും, അമിതവണ്ണമുള്ള ആളുകൾ, അവർക്ക് പോയിന്റ് ചെയ്യാം. പക്ഷെ വെറുതെ ചെയ്യരുത്, ഭക്ഷണം കഴിച്ചിട്ട് ചെയ്യാം. കാരണം വേറെ ചിലപ്പോൾ ഷുഗർ ഡൗൺ ആവും, ചിലപ്പോൾ വീട് പോകും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഷുഗർ രോഗികൾ വെറുതെ ചെയ്യുക. ഭക്ഷണത്തിന് മുമ്പ് ഗുളി കുടിക്കുമ്പോൾ തന്നെ മുമ്പ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഭക്ഷണം കഴിക്കുക. കിഡ്നി 3 ചെയ്യുക. അത് നമ്മുടെ ശരീരം ക്ഷയിച്ചു പോകില്ല. മറ്റൊന്ന് അതുപോലെ മറ്റു കാലം ചെയ്യുമ്പോൾ നിങ്ങൾ 2ാമത്തെ കാലം ചെയ്യുമ്പോൾ ഈ കാലം ചെയ്യുമ്പോൾ 4 വിരൽ എടുക്കുക, ഇവിടെ ചെയ്യാം. അതോടൊപ്പം കിഡ്നി 7 കുറച്ച് ഇതിന്റെ കുറച്ച് പുറത്തേക്ക് ബാക്ക്. ഈ കിഡ്നി 3 ഉണ്ടല്ലോ, അതിന്റെ മേലെ കുറച്ച്, അതിന്റെ മേലെ
കിഡ്നി 7 നിൽക്കുമ്പോൾ കിഡ്നി 7 പ്രസ് ചെയ്യുമ്പോൾ അമിതമായ ദാഹം മാറിവിടും. കിഡ്നി 7 അമിതമായ ദാഹത്തിന് പ്രതിവിധിയുള്ള ഒരു പോയിന്റാണ്. എന്താ പറയുക, ഷുഗറിൻ്റെ ഒരു പ്രയാസം കുറെ ആളുകളുണ്ട്. അപ്പോൾ ഒന്ന് അതിന്റെ പോയിന്റ് SP6 എന്നാണ്, സ്പ്ലീന്റെ പോയിന്റാണ്. SP6 എന്നാണ് ആ പോയിന്റിന്റെ പേര്. ഞാനിതും വായിച്ചാൽ നിങ്ങൾക്ക് ആ SP6 കൊണ്ട് ഒരുപാട് രോഗങ്ങൾ മാറും. ഷുഗർ മാത്രമല്ല, ശ്രദ്ധിക്കുക, SP6 കൊണ്ട് പറഞ്ഞ അസുഖങ്ങൾ ഗാസ്ട്രോ ഇൻഡസ്ട്രിയൽ ഡിസോർഡേഴ്സ്, നെയിംലി ഗ്യാസ്ട്രൈറ്റിസ്, നമ്മൾ വയറിന്റെ ഈ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പ്രശ്നങ്ങൾ, ഡയേറിയ, വൊമിറ്റിംഗ്, അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ, ജെനിറ്റോ യൂറിനറി ഡിസോർഡേഴ്സ്, റീടെൻഷൻ ഓഫ് യൂറിൻ, മൂത്രസങ്കലാളുകളുണ്ടാവും, അതുപോലെ സ്പെർമറ്റോറിയ, പ്രീമച്ചുർ ഇജാക്കുലേഷൻ, അത് ശീഘ്രസ്ഖലനം, ഇമ്പോർട്ടൻസി, അതുപോലെ ഡിസമിനേറിയ, അമിനോറിയ, ലുക്കേറിയ, പെണ്ണുകൾക്കുള്ള അസുഖങ്ങളാണ് അസ്ഥിയുരുക്കം, അതുപോലെ പ്രൊലാപ്സ് ഓഫ് യൂട്രസ്, ന്യൂറോളജിക്കൽ കണ്ടീഷൻസ്, പാരലൈസിസ് ഓഫ് ദ ലോവർ ലിംബ്, അങ്ങനെ ഒരുപാട് പറയേണ്ടതിൽ ഇതിന് പറയുന്നുണ്ട്. It is powerful hypoglycemic point, therefore it is used in diabetes. In non-diabetes, never give on empty stomach. Allergic disorders and disorders. This point is frequently used in the lower limb surgery along with Neima and Weima. അത് അക്യുപഞ്ചറിൽ ഒരു പേരാണ്, പോയിന്റിന്റെ പേരാണ്. ആൻഡ് ST stomach 37, stomach 39 എന്ന് പറയുന്നു. ഇറ്റ് ഈസ് വെരി ഗുഡ് പോയിന്റ് ഫോർ പെയിൻലെസ് ചൈൽഡ് ബർത്ത്. ശ്രീലങ്കയിലൊക്കെ ഉണ്ടല്ലോ, ശ്രീലങ്കയിലൊക്കെ മെയിൻ ഗർഭസമയത്ത് അവിടെ നീള് കൊടുക്കണം. SP6 നീള് കൊടുക്കും ശ്രീലങ്കയിലൊക്കെ. എന്തിന്? സുഖപ്രസവത്തിന്, വേദന ഉണ്ടാവില്ല. അതാണ് ഇറ്റ് ഈസ് വെരി good point for painless childbirth. It acts as a combination of pethidine and pitocin. മാത്രമല്ല ഈ SP6 വിത്ത് P6 റീസ്റ്റോർ വിറ്റാലിറ്റി. അത് ശ്രദ്ധിച്ചോളൂ. നേരത്തെ പറഞ്ഞ ഇവിടെ ലിംഫ് ഗ്ലാൻഡിന്റെ പോയിന്റ് P6 ഇവിടെ പറഞ്ഞില്ലേ, ഈ റെസ്റ്റ് ക്രീസിന് 2 വിരൽ ഇവിടെ, ഇതും അവൻ കൊടുത്താൽ ആരോഗ്യം ഉണ്ടാവും. ഇനി ഞാൻ അവസാനിപ്പിക്കുകയാണ് അല്ലേ? പറയാം. ഇജാമിന്റെ മുമ്പ് വേറെ കാര്യം പറഞ്ഞുതരാം. ഇനി സാധാരണ എല്ലാവർക്കുള്ള പ്രശ്നം പനി അല്ലേ? നിങ്ങൾ പനി വന്നാൽ പണ്ടൊളിക്കാൻ പോകണ്ട, അതിലേറെ പെട്ടെന്ന് പനി വന്നാൽ പറഞ്ഞുതരാം. നമ്മളെ കൈ മടക്കി പിടിക്കുക, അങ്ങനെ മുട്ട് മടക്കി പിടിച്ചാൽ മുട്ടിന്റെ ഈ ഉൾഭാഗം കേട്ടോ, ഈ ഭാഗം, അതായത് നമ്മളെ പെരുവിരലിന്റെ ഈ ഭാഗം, ഇവിടെ ക്രീസ് അവസാനിക്കണ്ടല്ലോ, ഇത് LI11 എന്നതിന്റെ പേര്. ഈ ക്രീസ് അവസാനിക്കുന്ന പോയിന്റ് LI11. ഈ ഇവിടെ നിങ്ങൾ അക്യുപഞ്ചർ നീള് കൊടുക്കുക, ഇല്ലെങ്കിൽ വിരലിൽ വെച്ചിട്ട് എന്ത് ചെയ്യാന്നോ, കുറച്ച് കുട്ടികളൊക്കെ ആണെങ്കിലോ 5 മിനിറ്റ് കൊണ്ട് പനി കൂടും. ഇവിടെ ശരിക്കും എന്ത് ചെയ്യുക, 1 മിനിറ്റ് കുട്ടികൾക്ക് മെല്ലെ പ്രസ് കൊടുക്കുക, വലിയ പ്രസ് ചെയ്യുക. അപ്പോ പനി, പിന്നെ പനിയുടെ സുഖമല്ല, പനിക്കൊരു കാരണം ഉണ്ടാവും. ചിലപ്പോൾ ജലദോഷം പിടിച്ചാൽ പനി വരും. അതെന്തിനാ പഠിക്കണത്? അണുക്കളെ ആ പനി ജലദോഷം പിടിക്കാൻ ഒരു കാരണങ്ങളുണ്ടാവും. അതിൻ്റെ ആ രോഗകാരണത്തിന് ഉള്ള വൈറസുകൾ എന്ത് ചെയ്യാണ്, നശിപ്പിക്കാൻ നമ്മൾ വെള്ളം ചൂടാക്കൂലേ, അതുപോലെ ബോഡി ചൂടാക്കുകയാണ് ശരിക്കും. ബോഡി അടുപ്പത്തൊക്കെയാണ് പനിക്കാന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് പിന്നെന്ത് ചെയ്യുക, അപ്പോൾ ഇത് ഇവിടെ പ്രസ് കൊടുക്കുക. അപ്പോൾ ആ ടെമ്പറേച്ചർ മാറും. പനിൻ്റെ ഇത് ടെമ്പറേച്ചർ മാറ്റാനല്ല കേട്ടോ, അതല്ലാതെ രോഗം മാറ്റാനല്ല. പനി രോഗമേ അല്ല, രോഗത്തിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് ബോഡി ടെമ്പറേച്ചർ കൂടിയാൽ ഇപ്പം അപസ്മാരാകും, ചിലപ്പോൾ തളർന്നു പോൾക്കാർ. ആ ടെമ്പറേച്ചർ കുറക്കാം, പനി ചൂട് കുറക്കാനുള്ള മാർഗമാണ് ഒന്നത്. രണ്ടാമത്തെ എന്താ മാർഗം? റസൂൽ പറഞ്ഞത് വെള്ളം ഒഴിക്കുക അല്ലേ? ചില ആൾക്കാർ വെള്ളം ഒഴിച്ചാൽ ജലദോഷം കൂടും, ഒരിക്കലും കൂടില്ല. അള്ളാന്റെ റസൂല് പനി ബാധിച്ചപ്പോൾ എന്താ ചെയ്തത്? വെള്ളം ഒഴിക്കാൻ പറഞ്ഞു. അപ്പൊ തലയിൽ വെള്ളം ഒഴിച്ച് വെച്ചാൽ ജലദോഷം കഫക്കെട്ടും കൂടൂല.
അത് ശരീരത്തിൽ വന്ന ഈർപ്പത്തിന്റെ അളവ് കൂടുതലാണ്. അത് കുറക്കാനുള്ള മരുന്ന് കുടിച്ചാൽ മതി. പനി കുറക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പൊ എന്താ വൈദ്യശാസ്ത്രം പറയണത്? വെള്ളം നനച്ച് നെറ്റിയിൽ ഇടാൻ പറയില്ലേ? അവർ റസൂൽ അന്ന് വെള്ളം ഒഴിക്കാൻ പറഞ്ഞു, നമ്മള് വെള്ളം നനച്ചിടാൻ പറഞ്ഞു. ഒരിക്കലും വെള്ളം ഒഴിച്ചത് കൊണ്ട് ഒരിക്കലും എന്താവില്ല, ജലദോഷം എപ്പോഴും കൂടില്ല. ശരീരത്തിലെ ഈർപ്പം കൂടിയോണ്ടാണ് വരുന്നത്. ആ ഈർപ്പം കുറക്കാനുള്ള മാർഗം എന്ത് ചെയ്യുക? കുട്ടികൾക്ക് നമ്മൾ ആർക്കായാലും കൊടുക്കുക. ചിലപ്പോൾ ഈത്തപ്പഴം കഴിച്ചാൽ മതിയാവും. അവിടെ ജലദോഷം പനിപ്പം നിങ്ങൾ ഈ പറഞ്ഞ കരിഞ്ചീരകത്തിൻ്റെ ഓയിലല്ലോ, കരിഞ്ചീരകത്തിൻ്റെ ഓയിലും തേനും അതുപോലെ ഒലിവെണ്ണയും കുടിച്ചാൽ തന്നെ അത് മാറിക്കിട്ടും. അപ്പോൾ പനി മാറാൻ വേണ്ടി ഒരിക്കലും പാരഡോൾ കഴിക്കേണ്ട ആവശ്യങ്ങളില്ല. ആ ടെമ്പറേച്ചർ മാറ്റാൻ ഒന്ന് ഇത് ചെയ്യുക, പ്രസ് ചെയ്യുക 2 കൈയിനും. LI11 ആണ് അതിൻ്റെ പേര്. LI11 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ മാറും. അതുപോലെ പനി എന്തുകൊണ്ടാണോ പനി വന്നത് അത് നിങ്ങൾ വേറെ അതിനുള്ള വേറെ തൊക്കെപ്പാടെ എനിക്ക് പറയാൻ ഇപ്പോൾ കഴിയില്ല, കാരണം 360 പോയിന്റുകളുണ്ടല്ലോ. അതുകൊണ്ട് അതൊക്കെ ആ സമയത്ത് നിങ്ങൾ ഉചിതമായ തീരുമാനത്തിൽ എന്ത് ചെയ്യുക? ചികിത്സ തേടുക. എന്താണ് ക്ലാസ് കൊണ്ട് ചിലപ്പോൾ ഈ പോയിന്റ് പറഞ്ഞാൽ മനസ്സിലാവില്ല. മരുന്ന് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ നാട്ടിൽ നിന്ന് വാങ്ങിയാൽ മതി. LI11 ഇപ്പം പനിക്ക് പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, ഇത് ഇമ്മ്യൂൺ എൻഹാൻസിങ് ആൻഡ് homeostatic points, earth point of meridian. It is a general tonification point of the body, like ST36 and SP6. നേരത്തെ ഷുഗറിന്റെ പറഞ്ഞ പോയിന്റ് അല്ലോ, ഇത് ടോണിഫിക്കേഷൻ പോയിന്റാണ്. വെറുതെ ആക്കിയാലും ആരോഗ്യം കൂടും. ഇതുപോലെ LI4 പനിക്ക് പറഞ്ഞ ഈ പോയിന്റ്, പനി ഇല്ലെങ്കിൽ വെറുതെ ഡയലി നിൽക്കുക. ഇത് ഡയലി നിൽക്കേണ്ട, ഡയലി പ്രസ് ചെയ്യാൻ പറഞ്ഞ 6 പോയിന്റിൽ ഒരു പോയിന്റാണിത്. SP6 LI. ഇത് ഡയലി കുട്ടികൾക്കും നിങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഡയലി പ്രസ് ചെയ്യുക കുറച്ചു നേരം. നമുക്ക് ഈ ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്യും? അത് വർദ്ധിക്കും. ഇമ്മ്യൂൺ എൻഹാൻസിങ് പോയിന്റ് ആണത് LI4 എന്നുള്ള. അത് ഈ മുട്ടുങ്ങൾ അടക്കിയ ഈ ക്രീസ്, ഇതിൽ ഈ ഭാഗം കേട്ടോ, ഇവിടെ ഹാർട്ട് 3 പോയിന്റാണ്. ഹാർട്ടിന്റെ അസുഖത്തിലുള്ള പോയിന്റാണ് ഉൾഭാഗം, ഈ ചെറുതലിന്റെ ഭാഗം. ഇത് ഹാർട്ടിന്റെ പോയിന്റാണ്. ഇതാണ് ഈ പറഞ്ഞ ഇമ്മ്യൂൺ വർദ്ധിപ്പിക്കാനുള്ളത്. മാത്രമല്ല അവിടെ പറയുന്നുണ്ട്, ആൾ അലർജിക് കണ്ടീഷൻ ലൈക്ക് ആസ്മ, അലർജിക് റിനൈറ്റിസ്, എക്സിമ, അതുപോലെ എൻഡോക്രൈൻ ഡിസോർഡേഴ്സ്, ഹൈപ്പോടെൻഷൻ ഇതൊക്കെ മാറുന്ന ഒരു പോയിന്റാണിത്. ഒരു പോയിന്റിൽ ഒരുപാട് അസുഖങ്ങൾ മാറിക്കിട്ടും. ആസ്മുക ആശ്വാസം കിട്ടും. രണ്ട് കൈനും ചെയ്യണം, ഒക്കെ 2 കൈനും ചെയ്യണം. അപ്പം അതിൻ്റെ നല്ല ഫലം കിട്ടുള്ളൂ. അപ്പോൾ രണ്ടൊക്കെ ഉള്ളല്ലോ, ഒന്ന് ചെയ്യുമ്പോഴേ അതിൻ്റെ ശക്തി കിട്ടുള്ളൂ. രണ്ടിങ്ങനെ ചെയ്യുമ്പോൾ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് എങ്ങനെ ചെയ്തോളി, പ്രശ്നമില്ല. ഏറ്റവും അതിൻ്റെ ഉചിതമായ രൂപം അങ്ങനെ കുറച്ച് ചെയ്യാൻ നല്ലത്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പിന്നെ ഞാൻ അവസാനമായി പറയാനുള്ളത് ഹിജാമയെ കുറിച്ചാണ്. ഹിജാമ പിന്നെ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ഏറ്റവും നല്ല ചികിത്സാ രീതി എന്ന് പറയുന്നത് ഏതാണ്? ഹിജാമയാകുന്നു എന്നാണ്. ഖൈറുമാ തദാവൈതും ബിഹി അൽ ഹിജാമ. ഇമാം അഹമ്മദ്, ഇമാം ബുഖാരി പെട്ട ഹദീസാണ്. ഖൈറുമാ തദാവൈതും ബിഹി അൽ ഹിജാമ. നിങ്ങൾ ചികിത്സിക്കുന്നതിൽ ഏറ്റവും നല്ല ചികിത്സ എന്ന് പറയുന്നതാണ് ഹിജാമയാകുന്നു എന്നാണ്. മാത്രമല്ല, ഇൻ കാന ഫീ ഷൈഇൻ മിൻ അദ്വിയതികും ഖൈറുൻ ഫഫീ ശുർതത്തി മുഹ്ജർ ഔ ശുർബത്തു അസ്ൽ ഔ ലദഅത്തു ബിനാർ തുവാഫിഖു ദാർ വമാ ഉഹിബ്ബു അൻ അക്തവ. അതായത് ചികിത്സ നിങ്ങൾക്ക് മരുന്ന് രോഗശമനമുള്ളത് 3 കാര്യത്തിലാണ്. 1 കൊമ്പ് വെക്കുക, ഹിജാമ ചെയ്യുക. 2 തേൻ കുടിക്കുക. 3 തീ പൊള്ളിക്കുക. എന്നിട്ട് പറഞ്ഞു, തീ പൊള്ളിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. തീ കൊണ്ട് ശിക്ഷിക്കൽ ആരതാണ്? അത് ശിക്ഷയാണ്, ശരിക്കും അള്ളാഹിൻ്റെതാണ് തീ കൊണ്ടുള്ള പരിപാടി. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പാടില്ല. തേൻ കുടിപ്പിക്കുക, ഹിജാമ ചെയ്യുക. ഹിജാമ ചെയ്യുമ്പോൾ 2 കാര്യത്തിന് ഹിജാമ. 1 വിഖായത്തിന്. വിഖായത്ത് പറഞ്ഞാൽ അറിയില്ലേ? പ്രൊട്ടക്ഷൻ. നമുക്ക് 2 വിഖായത്ത് ആവശ്യമുണ്ട്. 1 ശാരീരികമായിട്ടുള്ള അതായത് ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുക, ഇമ്മ്യൂൺ എൻഹാൻസിങ്. അതിന് ഹിജാമ ഫലപ്രദമാണ്. പിന്നെ ആത്മീയമായ ഒരു വിഖായുണ്ട്. അത് നമ്മളെ അദ്കാറു സബ്ബാഹ് വൽ മസാ അല്ലേ? അത് നമുക്ക് എന്താണ്? ശരിക്കും വിഖായത്താണ്. എല്ലാവിധ പൈശാചികതയിൽ നിന്ന്, സിഹർ, കണ്ണേർ, ഇതിനൊക്കെ അള്ളാഹുവിൻ്റെ 24 hours ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. രാവിലെ 3 വൈകുന്നേരം 3 പറഞ്ഞാൽ അന്ന് രാപത്തും ബാധിക്കൂല.
പിന്നെ ആയത്തുൽ കുർസി, ഖിലാസ്, ഫലക്ക്, നാസ്, ഒരുപാട് ദിക്റുകളുണ്ട്. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇത് ഒരു വിഖായത്താണത്, ബോഡി വിഖായത്താണിത് ഹിജാമ എന്ന് പറയുന്നത്. ഇനി അസുഖം വന്നാൽ എന്ത് ചെയ്യുക? അതിന് മൊത്തം ഹിജാമക്ക് ശരീരത്തിൽ 98 പോയിന്റുകളുണ്ട്. അതിൽ പിന്നെ തലയിലുണ്ട്, തലയുടെ സൈഡിലുണ്ട്, ശരീരത്തിന്റെ മുൻഭാഗത്ത് പിൻഭാഗത്ത് 55 പോയിന്റുകൾ ശരീരത്തിന്റെ പിൻഭാഗത്താണ്, 43 പോയിന്റ് ശരീരത്തിന്റെ മുൻഭാഗത്താണ്. അത് ഓരോ അസുഖത്തിനും ഓരോ സ്ഥലത്താണ് ഹിജാമ ചെയ്യുക. അതാണ് ഏറ്റവും നല്ല ഒരു ചികിത്സാ രീതി. നമ്മൾ ഭക്ഷണം ഏതായാലും നമ്മളത് വിഷമയമാണ്, അതോടെ നമ്മൾ മരുന്നും ചെയ്യുക പരമാവധി നമ്മൾ ഒഴിവാക്കുക. പക്ഷെ ഒഴിവാക്കറിയുമ്പോൾ അത്യാവശ്യ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? മരുന്ന് ഉപയോഗിക്കേണ്ടി വരും. അല്ലാതെ ഞാൻ അക്യുപ്രഷർ യുനാനി നടക്കരുത്. ഇത്ര ഘട്ടത്തിലൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ ചെയ്യുക. അതുപോലെ 1-2 പോയിന്റ് അവസാനിപ്പിക്കുകയാണ്. ഹാർട്ട് പ്രശ്നമുള്ള ആളുകളുണ്ടാവും. ഏറ്റവും നല്ലൊരു പോയിന്റാണ്, നിങ്ങൾ പ്രത്യേകിച്ച് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കുക. അതോടൊപ്പം നിങ്ങൾ കൂടെ പോകുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന്, ഈ ഇതുണ്ടല്ലോ നമ്മുടെ ചെറുവിരലിന്റെ ഈ പുറം ഭാഗത്തേക്കുള്ള കോർണർ, അത് ഈ നഖത്തിന്റെ മുകളിൽ നിന്ന് അടിയിലേക്കും ഇവിടുന്ന് ഇങ്ങോട്ട് സൈഡിൽ അടിയിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഒരു കോർണർ കിട്ടും, നഖത്തിന്റെ താഴത്തൊരു കോർണർ. അവിടെ നല്ല പ്രസ് എല്ലാ ദിവസങ്ങളും ഈ നഖത്തിന്റെ ഈ പോയിന്റ് ചെറുവിരലിന്റെ ഈ പാനസ് പോയിന്റ് കാണുന്നുണ്ടോ? ചെറുവിരലിന്റെ ഈ പുറംഭാഗത്തുള്ള ഈ കോർണറിൽ, നഖത്തിന്റെ കോർണർ, ഞാൻ ക്ലാസ്സിലെ വർഷം വിളിക്കും ക്ലാസ്സിലെ ജുബൈല ക്ലാസ്സിലെ ചെറുവിരലിന്റെ ഈ പുറംഭാഗത്തേക്കുള്ള നഖത്തിന്റെ താഴെ കോർണറുണ്ട്, നഖത്തിന്റെ താഴെ ഈ കോർണറിൽ അവിടെ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹാർട്ടുമായി ബന്ധപ്പെട്ട, ഇത് ഹാർട്ടിന്റെ 9ാമത്തെ പോയിന്റാണ്. ഹാർട്ടിന് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾക്ക് ആശ്വാസം കിട്ടും, വേദനകൾ ശരിയായി കിട്ടും. മനസ്സിലായോ? മറ്റൊന്ന്, അപ്പൊ നിങ്ങൾ ഒരു അറ്റാക്ക് വന്ന ഒരാളെ അല്ലെങ്കിൽ സ്വയം നമുക്ക് ചിലപ്പോൾ നമുക്ക് വേദന വരും, നെഞ്ചത്ത് വേദന ഒന്ന് അപ്പോൾ പ്രസ് ചെയ്ത് കൊടുക്കുക. ഡയറി ചെയ്യാം, അതോടെ ഡയറി ചെയ്യാൻ മറക്കുകയാണെങ്കിൽ ഇങ്ങനെ വേദന അപ്പം പ്രസ് ചെയ്ത് കൊടുക്കുക. 2 മിനിറ്റ് ചെയ്താൽ ഇപ്പോൾ വേദന പോയിക്കോളും. അതോടൊപ്പം ഒരു അറ്റാക്ക് വന്നു, എമർജൻസി അറ്റാക്ക് വന്നു, അപസ്മാരം വന്ന് വീണ് കഴിഞ്ഞാൽ നമ്മുടെ ഈ മൂക്കിന്റെ താഴത്തിൽ പോയിട്ടുണ്ട്, നമ്മുടെ ഈ മീശന്റെ നടുവിൽ, അവിടെ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് ഓർമ്മശക്തിക്ക് നല്ലതാണ്. ഹാർട്ട് ഇപ്പൊ ഇങ്ങനെ ഇത്ര പെട്ടെന്നുള്ള എമർജൻസി കേസിൽ പ്രസ് ചെയ്യാൻ നല്ലതാണ്. കുട്ടികൾക്ക് വേണ്ടി ചെറിയ കുട്ടികളെ വെച്ചിട്ട് കുറച്ചാൽ മെല്ലെ പ്രസ് ചെയ്തായി നല്ല ബ്രെയിൻ പവർ ഉണ്ടാവും. ഹിജാമ പ്രത്യേക അതിനെപ്പറ്റി ഒരു ഹദീസ് വന്നിട്ടുണ്ട്, ഇന്ന സമയത്ത് ചെയ്യാൻ പാടില്ല, ഇന്ന ദിവസം ചെയ്യാൻ പാടില്ല, അതൊക്കെ ദുർബലാണ്. ഞാനതിനെ കുറിച്ച് ഒരുപാട് സെർച്ച് ചെയ്ത് അതിന് ഏറ്റവും ഫൈനലിൽ നമ്മളെ സലഫി പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇതാണ്, ഒരു ഹദീസും സ്ഥിരപ്പെടുത്തിട്ടില്ല. ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം പറയണ്ടേ അറബി മാസം 17, 19, 21, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം. ഇനി അതല്ല ഒരു ദിവസം ഇന്ന ദിവസം വെക്കാൻ പാടില്ല, എന്താണ് ഒക്കെ ദുർബലാണ്, പാടില്ല എന്ന് പറഞ്ഞത്. ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം എന്ന് പറയുന്നത് അറബി മാസം 17, 19, 21. ഇപ്പൊ ഞാൻ കുറെ പണ്ഡിതന്മാർ ചോദിച്ചു. അവസാനം നമ്മളെ നയാസും നംസയോട് ചോദിച്ചത് വിഷയം. അപ്പൊ അദ്ദേഹം എനിക്കത് അയച്ചെന്ന്, വേറെ റിസാല അയച്ചെന്ന്. ഇത് പിന്നെ വേറെ ഇത് നിർത്താണത്. അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ദിവസം എന്താണ് ദുർബലമാണ്. ഏത് സമയത്തൊക്കെ ഹിജാമ ചെയ്യാം, പ്രത്യേകിച്ച് രോഗമുള്ള ആളുകൾക്ക്. അഫ്ളൽ എന്ന് പറയുന്നത് 17, 19, 21. ഇപ്പൊ രാത്രി നിസ്കാരമായിട്ട് നല്ല സമയം എപ്പോഴാ? സുബൈന്റെ മുമ്പുള്ള ആ സമയം തഹജ്ജുദില്. ഒരാൾ ഇശാന്റെ സംസ്കരിച്ചാലോ പ്രശ്നം ശ്രേഷ്ഠത കുറച്ച് പറയുന്നുള്ളൂ, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. പിന്നെ അതിവിടെ ഏത് ചെയ്യാം, പക്ഷെ നമ്മള് ചെയ്യലില്ല. ഉണ്ട് അവിടുത്തെ മതി. ഇപ്പൊ സാധാരണ ഭക്ഷണം പോലും രാത്രിയിൽ കഴിച്ചു കിടന്നാൽ ഉറങ്ങി 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഉറങ്ങാൻ പറ്റാത്ത നെഞ്ചരിച്ചിൽ പോലുള്ള പ്രയാസം ഉണ്ടാവാറുണ്ട്. അതിന് എന്താണ് യുനാനി ഫോർമുല? യുനാനി ഫോർമുല എന്ന മരുന്ന് കഴിക്കലാണ് യുനാനിയില്.
അതിന് മരുന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജവാരിഷ് അനാറൈൻ എന്ന് പറഞ്ഞ അതിന് ജവാരിഷ് ഹംദത്തിൻ്റെ മരുന്നാണ്. ഞാനൊന്നും വേണ്ട, നമ്മൾ ഇവിടെ ഈ മുക്കസറാത്തിൻ്റെ കടയിൽ പോയാൽ പൊടികൾ കിട്ടും. അതിൽ അനാറൈൻ്റെ പൊടി, ഈ അനാറൈൻ എന്ന് പറഞ്ഞാൽ ഉറുമാമ്പഴത്തിൻ്റെ തൊലി ഉണക്കി പൊടിച്ചിട്ടുണ്ടാവും അവിടെ. അത് വാങ്ങിക്കൊണ്ട് വരിക, 1 സ്പൂൺ രാവിലെ അതിന് കഴിക്കുക. നല്ല സ്റ്റൊമക് കൂളൻ്റാണത്. ഇനി മരുന്ന് കഴിക്കാൻ പ്രയാസമാണെങ്കിൽ LI11 അല്ല നമ്മൾ LI4 പറഞ്ഞു വേദനക്ക്, LI11 ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. LI1 എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട് ഇവിടെ. LI1 ഇവിടെ, LI4 ആണ്, LI3, LI2, LI1. LI1 എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂണ്ടുവിരലുണ്ടല്ലോ, ചൂണ്ടുവിരലിൻ്റെ ഈ നഖത്തിൻ്റെ കോർണർ, തള്ളവിരലിൻ്റെ ഭാഗത്തുള്ള ഈ കോർണർ, അവിടെ എന്ത് ചെയ്യുക, 1 മിനിറ്റ് പ്രസ് ചെയ്യുക. അതുപോലെ കാലിലെ ചൂണ്ടുവിരൽ പറയാൻ പറ്റില്ല, ആ സ്ഥാനത്തുള്ള ചൂണ്ടുവിരൽ, പെരുവിരലിന് തൊട്ടടുത്തുള്ള അതിന്റെ ഈ കോർണറിൽ, അതായത് ചെറുവിരലിന്റെ ഭാഗത്തേക്കുള്ള കോർണറിൽ പ്രസ് ചെയ്യുക. ഇത് ഏറ്റവും ഫലപ്രദം കേട്ടോ, മരുന്നിലേറെ ഫലപ്രദമാണിത്. LI11 ചൂണ്ട് വിരലിന്റെ തള്ളവിരലിന്റെ ഭാഗത്തേക്കുള്ള ആ കോർണർ, നഖത്തിന്റെ താഴെ കോർണർ, നഖത്തിന്റെ താഴെ കോർണർ, കാലിന്റെ ചൂണ്ടുവിരലിന്റെ ഭാഗത്ത് ചെറുവിരലിന്റെ ഭാഗത്തേക്കുള്ള കോർണർ, അവിടെ 2 കൈയിലും 2 കാലിലും പ്രസ് ചെയ്യുക. രാവിലെ വെറുവാറ്റിൽ 15 മട്ടരി, നല്ല തവിടുള്ള മട്ടരി ചവച്ചരച്ച് തിന്നുക. അസിഡിറ്റി ഉണ്ടെന്ന് പോയിക്കോളും, ഒരു പേടിക്കണം നിങ്ങൾ. അപ്പൊ അത് ചെയ്താൽ മതി. രാവിലെ 15 മട്ടരി, പ്ലാസ്റ്റിക്കരിയല്ലോ, നല്ല പാലക്കാട് മട്ടരി ഉണ്ട്, തവിട് കൂടുതലല്ലേ, അത് നിങ്ങൾ 15 രാവിലെ കഴിച്ചാൽ അത് ആസിഡിറ്റി മാറി കിട്ടാറുണ്ട്. പിന്നെ ഈ ഗരം മസാല ഉള്ള ഫുഡ് എന്ത് ചെയ്യുക, ഒഴിവാക്കുന്നതിലാണ്. കണ്ടമാനം മുളക് കഴിച്ചാൽ ചില സ്ത്രീകളൊക്കെ ഉണ്ടാവും മുളകില്ലാതെ ഒന്നും ചെയ്യൂല, എന്നിട്ട് മുളക് അമിതമായി കഴിച്ചാണ്ട് പിന്നെ ചിലപ്പോൾ വയർ ഹീറ്റായിട്ട് ബ്ലീഡിങ് ഉണ്ടാവും, വൈറ്റ് ഡിസ്ചാർജ്, ഈ അസ്ഥിരിക്കുന്ന അസുഖം ഒക്കെ പ്രശ്നം തന്നു. എന്നിട്ട് അസ്ഥിരിക്കുണ്ടായ പെണ്ണുങ്ങൾ തടി ഉണ്ടാവില്ല, തടി ഒറ്റ കുറഞ്ഞു, ചില കുറയും ചില ആൾക്കാർ. എന്നിട്ട് പോയിട്ട് പഞ്ചജീര കൂടെ കഴിക്കും ആയുർവേദത്തിൽ. അത് ഭയങ്കര ചൂടാണ്, അത് വെച്ചാൽ വീണ്ടും അസുഖം കൂടെ ചെയ്യുക. ആ തടി കൂടാനുള്ള മരുന്നൊക്കെ ചൂട് സ്വഭാവമാണ്. അപ്പോൾ പെണ്ണുങ്ങൾ സ്ത്രീകളത് പറയില്ല, എന്നെ അസുഖം ഉണ്ടെന്ന് പറയില്ല. തടി കൂടെ മരുന്ന് കഴിക്കും. ഹോട്ടലിലെ ബക്കറ്റിൽ വെള്ളം വെച്ചാൽ എങ്ങനെ ഇരിക്കാം, അല്ലേ, വെള്ളം നിൽക്കുമോ? ഇതുപോലെയാണ്. അപ്പോൾ അത് ബോഡി തണുപ്പിക്കേണ്ട ആൾക്കാരെ ബോഡി തണുപ്പിക്കാനും വേണം, ചൂടാക്കേണ്ട ആൾക്കാർ ചൂടാക്കാനും വേണം. വാദക്കാരെ ചൂടാക്കുക വേണ്ടത്, ഒരു പിന്നെയും ഈ ധൈര്യം കുടിച്ച് തണുപ്പിക്കാൻ പാടില്ല ബോഡി. അസ്വരികത്തിനുള്ള കാരണം ഒന്ന് ടെൻഷൻ. ചില പെണ്ണുങ്ങൾക്ക് ഭയങ്കര ടെൻഷനേ കാരണം, ഭർത്താവ് ഗൾഫിലേക്ക്, അമ്മായിമ ആത്തുനരുടെ ടെൻഷനേ കാരണം. എപ്പോഴും ഉറക്കം കാരണം, ഉറക്കൊഴിക്കലുണ്ടെങ്കിൽ അത് വരും. അതുപോലെ തന്നെ നേരത്തെ ഭക്ഷണം കഴിക്കൂല, കുട്ടികൾക്കും പുതിയാപ്പിളൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. ഓല് ചായ കുടിക്കപ്പോഴേക്കാരം ഉച്ചക്കേക്കാരം വയറ് കാടും, അല്ലയോ? രാവിലത്തെ ചായ ഉച്ചക്ക്, ഉച്ചൻ്റെ ചോറ് മഗ്‌രിബിന്, അല്ലേ? അങ്ങനെ പോലെ ഭക്ഷണം. അപ്പോൾ ഇതെല്ലാം കൃത്യമല്ലാത്തതുകൊണ്ട് പ്രശ്നം വരുന്നത്. അത് പിന്നെ മാറ്റി. അതുപോലെ മരുന്നുകളുണ്ട്. ഇപ്പം യുനാനിൽ ഹബ്ബെ മറുവാരിത്, മുത്തുകൊണ്ടുണ്ടാക്കണം ഒരു മരുന്ന്, ഹബ്ബെ മറുവാരിത്. പിന്നെ ഹബ്ബെ സിരാനോട് മസ്തൂരി, ഇത് കഴിച്ചാൽ വളരെ പെട്ടെന്നത് ക്ലിയറാവും അത്. അപ്പോൾ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ കൽപ്പിച്ചതുപോലെ കൃത്യമായി ജീവിച്ച് തൗഹീദോടുകൂടി ജീവിച്ച് മരണം വരെ അഭിമാനത്തോടെ ഇസ്സത്തോടെ ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر لنا ذنوبنا يا غافر المذنبين. اللهم اجعلنا من الصالحين. اللهم اجعلنا من المتقين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. واغفر لنا بمغفرتك وارحمنا برحمتك وبارك لنا فيما أعطيتنا وأغننا بفضلك يا رب العالمين. لا إله إلا أنت سبحانك إنا كنا من الظالمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.